Hello everyone, welcome to part 2 of Junior Lab Assistant Examination free class series. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പാർട്ട് 1 പറഞ്ഞു നിർത്തിയത് ക്ലീനിങ്ങിനെ കുറിച്ചും ഡിസ്ഇൻഫെക്ഷനെ കുറിച്ചും സ്റ്റെറിലൈസേഷനെ കുറിച്ചുമായിരുന്നു. നമുക്ക് പാർട്ട് 2 അത് കണ്ടിന്യൂ ചെയ്യാം വിത്ത് കോമൺ ലബോറട്ടറി ഡിസ്ഇൻഫെക്റ്റൻസ്. ഞാൻ ഓരോ മൊഡ്യൂളിലെയും ക്ലാസ്സസ് വീഡിയോ ആയിട്ട് തന്നെ വിത്ത് നോട്ട്സ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. കുറെ പേര് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, വി ക്യാൻ സ്റ്റാർട്ട് ഓഫ് വിത്ത് ദിസ്. സോ കോമൺ ലബോറട്ടറി ഡിസ്ഇൻഫെക്റ്റൻസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. പലതരമുണ്ട്. ഞാൻ അതിന്റെ ഫീച്ചേഴ്സും അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഇസ് sodium hypochlorite. It can be used as a bleach. It's most commonly used as a laboratory disinfectant. അതിന്റെ കോൺസെൻട്രേഷൻ എത്ര അളവ് യൂസ് ചെയ്യണം എന്നുള്ളതാണ്. റൂട്ടീൻ സർഫസ് ക്ലീനിങ് ആണ്, ലൈക്ക് ഫ്ലോർസും അതൊക്കെയാണെന്നുണ്ടെങ്കിൽ വർക്ക് ബെഞ്ച് അല്ലെങ്കിൽ അപ്പാരറ്റസ് ക്ലീൻ ചെയ്യാൻ 0.1. അതർവൈസ് 1000 ppm, which means parts per million യൂസ് ചെയ്താൽ മതി. അതിന്റെ കോൺസെൻട്രേഷൻ അളവാണ് പറയുന്നത്. നെക്സ്റ്റ്, ബോഡി ഓർ ബ്ലഡ് ഓർ ബോഡി ഫ്ലൂയിഡ് സ്പില്ലേജ് ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെ ക്ലീൻ ചെയ്യാം? You can use 1% with 10,000 parts per million. Next, common ആയിട്ട് യൂസ് ചെയ്യുന്ന ബ്ലഡ് സ്പിൽസിനും ബെഞ്ച് ടോപ്സ് ക്ലീൻ ചെയ്യാനും ഫ്ലോർ ക്ലീൻ ചെയ്യാനും ലബോറട്ടറി സർഫസ് ക്ലീൻ ചെയ്യാനൊക്കെയാണ് സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് യൂസ് ചെയ്യുന്നത്. അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് വളരെ ചീപ്പാണ്. ഇതുപോലെ ബ്രോഡ് സ്പെക്ട്രം ആണ്. ബ്രോഡ് സ്പെക്ട്രം എന്നുള്ളൊരു കൺസെപ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. പലതരം ബാക്ടീരിയ, ഫംഗൈ, അതിന്റെ സ്പോറും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് കേപ്പബിലിറ്റി ഉള്ളതിനെയാണ് നമ്മൾ ബ്രോഡ് സ്പെക്ട്രം ഡിസ്ഇൻഫെക്റ്റന്റ് എന്ന് പറയുന്നത്. Also, sodium hypochlorite is fast acting. ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് പറയുന്നത് it is corrosive and it bleaches fabrics. Next, and it is inactivated by organic matter. It's a fresh solution should be prepared daily. അത് മാത്രം അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് വരുന്നത്. രണ്ടാമത് വരുന്ന ഒരു ഡിസ്ഇൻഫെക്റ്റന്റ് ആണ് ആൽക്കഹോൾ. Where we can use 70% of ethanol or 70% isopropyl alcohol. അങ്ങനെയായിട്ട് യൂസ് ചെയ്യാം. ഏതൊക്കെ ക്ലീൻ ചെയ്യാനാണ്, ഏതൊക്കെ എക്യുപ്മെന്റ്സ് നമുക്ക് ക്ലീൻ ചെയ്യാം? ഇത്ര എക്യുപ്മെന്റ്സ് നമുക്ക് ക്ലീൻ ചെയ്യാം. തെർമോമീറ്റർ, സ്മോൾ ഇൻസ്ട്രുമെന്റ്, വർക്ക് ബെഞ്ചസ്, സ്റ്റെതസ്കോപ്സ്. അഡ്വാൻറ്റേജസ് വരുന്നത് ക്വിക്ക് ആക്ടിംഗ് ആണ്, ലീവ്സ് നോ റെസിഡ്യൂ. ഡിസഡ്വാൻറ്റേജസ് വരുന്നത് ഇറ്റ് ഇസ് ഫ്ലെയിമബിൾ, ഇവാപറേറ്റ്സ് ക്വിക്ലി. അതർവൈസ് നമുക്ക് ഒരു ടേം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു വോളറ്റൈൽ എന്ന് പറയാം, ഓർ നോട്ട് സ്പോറിസിഡൽ. നെക്സ്റ്റ് ഇസ് ഗ്ലൂട്രാൽഡിഹൈഡ് വിച്ച് ഇസ് ഓഫ് 2%. It's also known as high level disinfectant. എന്തുകൊണ്ടാണ് ഇതിനെ ഹൈ ലെവൽ ഡിസ്ഇൻഫെക്റ്റന്റ് എന്ന് പറയുന്നത്? എൻഡോസ്കോപ്പ്, പ്ലാസ്റ്റിക് എക്യുപ്മെന്റ്, റെസ്പിറേറ്ററി എക്യുപ്മെന്റ് ഒക്കെ ക്ലീൻ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അതുപോലെ ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് അഗെയിൻ ബ്രോഡ് സ്പെക്ട്രം ആണ്. ഇത്രയും ബാക്ടീരിയ, ഫംഗൈ, വൈറസിനൊക്കെ കിൽ ചെയ്യുന്നുണ്ട്. ഡിസഡ്വാൻറ്റേജസ് വരുന്നത് ഇറ്റ് പ്രൊഡ്യൂസസ് ടോക്സിക് ഫ്യൂംസ് ആൻഡ് ഓൾസോ കോസസ് സ്കിൻ ഇറിറ്റേഷൻ. ഫോർത്ത് വൺ വരുന്നതാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. വി ആർ ഫെമിലിയർ വിത്ത് ഇറ്റ്. And the concentration should be 3 to 7.5%. Uses to clean instruments, laboratory surfaces. Next, advantages were it's also broad spectrum and environment friendly. Then phenolic compounds, phenol, commonly used to clean floors, walls, furniture, etc. And it's a good surface disinfectant. Disadvantages with it's not suitable for food contact surfaces, can be irritating to some. Sixth one is load of force or povidone. It's used for skin preparation. Ippom ECG എടുക്കുന്നതിനൊക്കെ മുന്നേ സ്കിൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ മൈനർ പ്രൊസീജിയേഴ്സിന് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സെവൻത്ത് വൺ ഇസ് ക്ലോറോക്സിഡിൻ, used as an antisepsis for skin preparation as well. Eighth one is formaldehyde. It's used for room fumigation and for biological specimen preservation as well. Disadvantage where it's also irritating and carcinogenic with prolonged exposure. Carcinogenic പറയുന്നത് ഒരു ടേം ഉദ്ദേശിക്കുന്നത് it can cause cancer. Next one is classification of laboratory items according to Spalding. Spalding ആരാന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. 1957 ഡോക്ടർ ഏൾ എച്ച് സ്പോൾഡിംഗ് മെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്തിന്റെ ബേസിലാണ്? അതുകൊണ്ട് ഉണ്ടാകാവുന്ന ഇൻഫെക്ഷന്റെ റിസ്കിനെ ബേസ് ചെയ്തിട്ട്. അതിൽ ക്രിട്ടിക്കൽ ഐറ്റം, നോൺ ക്രിട്ടിക്കൽ ഐറ്റം, സെമി ക്രിട്ടിക്കൽ ഐറ്റം എന്നുള്ള തരത്തിൽ കാറ്റഗറീസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചെക്ക് ചെയ്യാം എന്താണ് ക്രിട്ടിക്കൽ ഐറ്റം എന്ന് പറയുന്നത്. ദാറ്റ് എൻഡർ സ്റ്റെറൈൽ ടിഷ്യൂ ലൈക്ക് ആൻഡ് ഇറ്റ്സ് ഓൾസോ ഷുഡ് ബി സ്റ്റെറിലൈസ്ഡ്. ടിഷ്യൂടെ ഉള്ളിലേക്ക് എൻറ്റർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ഐറ്റംസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, അതുപോലെ തന്നെ നീഡിൽസ്, ഇഞ്ചെക്ഷൻസ്, സ്കാൽപ്പൽസ് ഒക്കെ അതിന്റെ എക്സാമ്പിൾസ് ആണ് ഫോർ ക്രിട്ടിക്കൽ ഐറ്റംസ് ദാറ്റ് ഷുഡ് ബി സ്റ്റെറിലൈസ്ഡ്. അത് ഇൻഫെക്ഷൻ പറ്റാത്രയും റിസ്ക് ഉള്ള ഐറ്റംസ് ആണ്. അതുപോലെ സെമി ക്രിട്ടിക്കൽ ഐറ്റംസ്
that touches mucous membranes, like that also need high level disinfection, like endoscope, laryngoscope. Laryngoscope is a handheld device നമ്മുടെ vocal cord ടെസ്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ഇസ് നോൺ ക്രിട്ടിക്കൽ ഐറ്റംസ് കാറ്റഗറി വരുന്ന ടച്ച് ഇൻടാക്ട് സ്കിൻ, ലൈക്ക് ഫ്ലോർ, അപ്പാരറ്റസ്. ഓക്കെ, അതിന് ലോ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ഡിസിൻഫെക്ഷനെ ആവശ്യമുള്ളൂ. എക്സാമ്പിൾസ് ആണ് ബെഞ്ചസ്, പി പി അപ്പാരറ്റസ്, ഫേർണിച്ചേഴ്സ്. അടുത്തത് ബയോസേഫ്റ്റി എന്നുള്ളൊരു ടോപ്പിക്കാണ്. ബയോസേഫ്റ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് നമ്മുടെ ലാബിന്റെ കൺസിഡറേഷനിൽ? സോ ബയോസേഫ്റ്റി റെഫേഴ്സ് ടു പ്രാക്ടീസസ്, equipment and procedures used to prevent exposure to infectious agents and protect laboratory workers, patients, the community and the environment. Okay, ഒരു ബ്രോഡ് സ്പെക്ട്രം ആയിട്ട് ഒരു ക്ലീനിങ് ആണ്, ഒരു ബയോസേഫ്റ്റി ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നോട്ട് ഓൺലി ഫോർ എൻവയോൺമെന്റ്, ലാബിൽ വർക്ക് ചെയ്യുന്നവരും അതുപോലെ തന്നെ പേഷ്യൻസിനും മൊത്തം കമ്മ്യൂണിറ്റിക്കും. നമ്മൾ ഈ ഒരു ലാബിലെ വേസ്റ്റ് പുറത്തു കൊണ്ടിട്ട് അതൊരു കമ്മ്യൂണിറ്റിനെ എഫക്ട് ചെയ്യും. നമ്മളൊരു എക്കോസിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനത്തെയുള്ള പ്രിക്കോഷൻസ് എടുക്കുന്നതിനാണ് ഈ ഒരു ബയോസേഫ്റ്റി എന്ന് പറയുന്നത്. അതിന് പല പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിക്കുമ്പോൾ വേസ്റ്റ് മാനേജ്മെന്റ് ആയാലും അതുപോലെ തന്നെ എക്യുപ്മെന്റിന്റെ ക്ലീനിങ് ആയാലും എന്തൊക്കെ സേഫ്റ്റി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടെന്നുള്ളതെല്ലാം നമുക്ക് പഠിക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ബയോസേഫ്റ്റി പ്രിൻസിപ്പിളിൽ വരുന്ന സബ് ടോപ്പിക്സ് ആണ് യൂണിവേഴ്സൽ പ്രിക്കോഷൻസ്, good laboratory practices, and where PPE kit is very important, and also proper waste disposal. അത് കളക്ഷൻ തുടങ്ങി അത് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യുന്ന വരെയുള്ള സ്റ്റെപ്സ് നമുക്ക് പഠിക്കാനുണ്ട്. It's very broad category actually. First one is getting vaccinated. മംസിനും മീസിൽസിനും ഒക്കെ ഉള്ള വാക്സിനേഷൻസ് ഉണ്ട്, അത് എടുക്കാറുണ്ട് ചില സ്റ്റുഡൻസും നിർബന്ധം പറയാറുണ്ട് ചില ഹോസ്പിറ്റൽ ലാബിൽ എൻ്റർ ചെയ്യുമ്പോൾ. നെക്സ്റ്റ് ഇസ് അബൌട്ട് ഹാൻഡ് ഹൈജീൻ, ഡിസിൻഫെക്ഷൻ, സ്പിൽ മാനേജ്മെന്റ്. സ്പിൽ മാനേജ്മെന്റ് കിച്ചണിൽ ഒരു ചായ തട്ടിപ്പോകുന്നതോ അല്ലെങ്കിൽ ഒരു പാൽ തട്ടിപ്പോകുന്നതോ പോലെയല്ല, ഇൻഫെഷ്യസ് ആയിട്ടുള്ള ഏജൻസും സ്പെസിമെന്റ്സും തട്ടിപ്പോയാലും അതുപോലെ തന്നെ ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ്, യൂറിൻ സാമ്പിൾസ് എല്ലാം നമ്മൾ അത്രയും ശ്രദ്ധയോടെ വേണം നോക്കാനായിട്ട്. അപ്പോൾ ഒരു കാര്യം സ്പിൽ ചെയ്ത് എങ്ങനെ അതിനെ ടാക്കിൾ ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ അതിനെ ക്ലീൻ ചെയ്യണം എന്നുള്ള പ്രൊസീജിയർ വരെ നമുക്ക് ഇതിൽ പഠിക്കാനുണ്ട്. സോ PPE kit we have already discussed. You can just go through what are the items there in the PPE kit. Next is about hand hygiene. ഞാനത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഓൾറെഡി പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് തന്നെയാണ്. സോ അതിന്റെ ഒരു കാറ്റഗറി, ക്ലീനിങ് കാറ്റഗറിയിൽ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് മാത്രം. അപ്പം റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ വായിക്കുമ്പോൾ നമുക്കൊരു മെന്റൽ ഇമേജ് അതിനെപ്പറ്റി ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ്, വാഷ് ഹാൻഡ്സ് ബിഫോർ വർക്ക്. എപ്പോഴൊക്കെ കൈ കഴുകണം? ബിഫോർ വർക്ക് അല്ലെ. ഇതുപോലെ തന്നെ ഗ്ലൗസ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യാറുണ്ട് ആ ലാബിൽ, പക്ഷെ എന്നാലും അതുകൊണ്ട് മാത്രമല്ല, ഗ്ലൗസ് റിമൂവ് ചെയ്തതിന് ശേഷം യു ക്യാൻ വാഷ് യുവർ ഹാൻഡ്സ് ആൻഡ് ആഫ്റ്റർ സ്പെസിമെൻ ഹാൻഡ്ലിംഗ് and also before leaving laboratory. That's very important. You can use soap and water, otherwise alcohol hand to clean hands. അടുത്തത് ഞാൻ പറഞ്ഞ യൂണിവേഴ്സൽ പ്രിക്കോഷൻസ്, നമ്മൾ GHS പഠിച്ചല്ലേ, ഹസാർഡ് സിമ്പിൾസ് പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വേറെ പ്രിക്കോഷൻസ് നമുക്ക് എടുക്കേണ്ടതുണ്ട്. ഏതൊക്കെയാണ്? ട്രീറ്റ് ഓൾ, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ട്രീറ്റ് ഓൾ സ്പെസിമെൻസ് ആസ് പൊട്ടൻഷ്യലി ഇൻഫെക്ഷ്യസ് റിഗാർഡ്ലെസ് ഓഫ് ദ പേഷ്യൻസ് ഡയഗ്നോസിസ്. ഓക്കെ, ഒരു സ്പെസിമെൻ കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ റിസൾട്ട് വരുന്നില്ല, നമുക്ക് എന്തിനാണ് എക്സ്പെരിമെന്റ് ചെയ്ത് അതിന്റെ റിസൾട്ട് കണ്ടുപിടിക്കാനാണെങ്കിൽ നമുക്ക് ഒരു രോഗിക്ക് ഒരു പേഷ്യന്റിന് ഒരു രോഗമുണ്ടോ എന്ന് ഡയഗ്നോസ് ചെയ്യാനാണ്. അതിന് മുന്നെയാണ് നമ്മൾ ഈ സ്പെസിമെൻ ആക്ച്വലി കളക്ട് ചെയ്യുന്നത്. അപ്പൊ ആ സ്പെസിമെനെ നമ്മൾ എങ്ങനെ കാണണം? എപ്പോഴും ഇല്ലാന്ന് വെച്ചിട്ട് കെയർലെസ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പാടില്ല. പൊട്ടൻഷ്യൽ അത് ഇൻഫെക്ഷ്യസ് ആണെന്ന് കരുതി തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഹാൻഡിൽ ചെയ്യണം. ഓക്കെ, അതിൽ ഏതൊക്കെ സ്പെസിമെൻ എന്ന് പറഞ്ഞു, അപ്പൊ ഏതൊക്കെ കളക്ട് ചെയ്യാം? ലൈക്ക് കോമൺ ആയിട്ട് ബ്ലഡ് ടെസ്റ്റിന് കൊടുക്കാറുണ്ട്, യൂറിൻ, സ്റ്റൂൾ, സ്പ്യൂട്ടം, CSF, അതർ ബോഡി ഫ്ലൂയിഡ്സ്. These are some common laboratory biosafety rules. No eating or drinking inside laboratory, no smoking, no mouth pipetting, wear PPE kit all the time, label all specimens, handle sharps carefully, decontaminate work surface daily, wash hands regularly, dispose biomedical waste properly. Next is about specimen spillage. ഓരോ സ്പെസിമെൻ തട്ടിപ്പോയി കഴിഞ്ഞാൽ, സ്പില്ല് ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള പ്രിക്കോഷൻസ് ആണ്. So accidental leakage or spilling of blood, body fluids, cultures or infectious materials inside the laboratory. കോമൺ ആണല്ലോ, നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും പെട്ടെന്ന് തട്ടിപ്പോയാലും. ഇപ്പോൾ പെറ്റി ഡിഷസോ അല്ലെങ്കിൽ സാമ്പിൾ എടുത്തിട്ടുള്ളത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. അപ്പം അതിന് എങ്ങനെയുള്ള പ്രിക്കോഷൻസ് വേണം എന്നുള്ളത് പഠിച്ചിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി സ്പെസിമെൻ സ്പില്ല് ചെയ്ത് എന്തൊക്കെ ഹസാർഡ്സ് അവിടെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്? ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, എയ്റോസോൾ ഫോർമേഷൻ. എയ്റോസോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, കോവിഡിന്റെ ടൈം നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ആ ഒരു സമയത്ത് നമ്മൾ മാസ്ക് യൂസ് ചെയ്തിരുന്നു, ഹാൻഡ് സാനിറ്റൈസേഴ്സ് യൂസ് ചെയ്തിരുന്നു. എന്തിനാണ് നമ്മൾ മാസ്ക് യൂസ് ചെയ്യുന്നത്? വൈറസ് പ്രത്യേകിച്ച് പുറമെ ആക്റ്റീവ് ആയിരിക്കില്ല, ഒരാളുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്താലാണ് അത് ആക്റ്റീവ് ആകുന്നത്. വൈറസ് എന്ന് മാത്രമല്ല, നമ്മൾ എയ്റോസോൾ ഫോർമേഷൻ എന്ന് പറയുമ്പോൾ പലതും, ഇപ്പൊ ബാക്ടീരിയ ആണെങ്കിലും ഒരു ഡ്രോപ്ലെറ്റ് ആയിട്ട്, ഇപ്പൊ നമ്മൾ തുമ്മുമ്പോൾ ടൈനി ഡ്രോപ്ലെറ്റ് ആയിട്ട് എയറിൽ ഫോം ചെയ്യും. അപ്പൊ അതുപോലെ തന്നെ സ്പില്ല് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവുന്നത്? ചെറിയൊരു
കണികയായിട്ട് അല്ലെങ്കിൽ ടൈനി മൈക്രോസ്കോപ്പിക് ആണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അത് എയറിൽ വരാൻ സാധ്യത. അതിനാണ് എയറോസോൾ ഫോർമേഷൻ എന്ന് പറയുന്നത്. സ്മെൽ ചെയ്താലും പറ്റില്ല, ബ്രീതിങ് ചെയ്താലും നമുക്കത് ഇൻഫെക്ഷൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ഇസ് അബൌട്ട് ക്രോസ് കണ്ടാമിനേഷൻ. ഒരു ഡൈനിങ് ടേബിളിൽ പലതും വിളമ്പി വെച്ചതായിട്ടൊന്നും ഇമാജിൻ ചെയ്യാം. ഒരു സാധനം സ്പിൽ ചെയ്ത് പോയി നമ്മുടെ കയ്യിൽ നിന്ന് പെട്ട വെള്ളം തട്ടിപ്പോയാൽ ചോറിക്കും ബാക്കി കൂട്ടാനിക്കും. അതേപോലെ തന്നെ ആയിരിക്കും നമ്മൾ സ്പെസിമെൻ സാമ്പിൾസ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം. ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് തട്ടിപ്പോയ എന്തായിരിക്കും അവസ്ഥ? പലതിലേക്കും തട്ടിപ്പോയ പല ആൾക്കാരുടെ സാമ്പിൾസ് ആയിരിക്കും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. പല ഡിഫറെന്റ് ടൈപ്സ് സ്പെസിമെൻസ് ആയിരിക്കും. അപ്പൊ അതിനാണ് നമ്മൾ ക്രോസ് കണ്ടാമിനേഷൻ എന്ന് പറയുന്നത്. ഇതും ഒരു ഹസാർഡ് തന്നെയാണ്. നെക്സ്റ്റ് ഇസ് അബൌട്ട് എൻവയോൺമെന്റൽ കണ്ടാമിനേഷൻസ് എ ബ്രോഡ് സ്പെക്ട്രം ആൻഡ് ഇഞ്ചുറി ടു സ്റ്റാഫ് as well. Next, what are the biosafety precautions during specimen spillage? First step is to restrict the access. ഒരു ചില്ല് കുപ്പി തട്ടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടേക്ക് ആരും വരരുതെന്ന് പറയും. അതുപോലെ തന്നെ restrict access. Do not allow unnecessary people near the spill. And step 2 is to wear PPE. That should be done first. Okay. Then use gloves, mask, eye protection, laboratory. That should be there. And step 3, if glass is broken, ചില്ലാണ് നമ്മുടെ കയ്യിൽ വീണ് പൊട്ടിയെങ്കിൽ do not touch with hands. അത് early ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു. You can use forceps, tongs or dustpan. ഡയറക്റ്റ് ആയിട്ട് ചില്ല് പിടിക്കരുത്. Okay. And dispose into sharp containers. Puncture proof ആയിട്ടുള്ള ഷാർപ്പ് കണ്ടെയ്നേഴ്സിലേക്കാണ് അത് ഇടേണ്ടത്. Step 4, cover spill. You can use paper towels, absorbent materials. Step 5 is to pour disinfectant. Recommended 1% sodium hypochlorite. Pour from the edge toward the center to avoid splashing. Step 6, allow contact time. Usually 20 to 30 minutes. നമുക്കത് ഒഴിച്ചിടാം. Disinfectant. Then step 7, collect waste carefully. Then dispose into yellow biomedical waste bag. That consists of infectious waste. Next, so sharp containers, glass ഒക്കെ ആണെങ്കിൽ sharp containers, puncture proof ആയിട്ടുള്ള sharp containersലേക്ക് ഇടേണ്ടതാണ്. Step 8 is to clean the area with detergent and water after disinfection. Step 9, wash hands thoroughly. അപ്പോൾ നമുക്കറിയാം എന്തൊക്കെ കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയർ ആണ് അവിടെ വേണ്ടതെന്ന്. So step 10, report the incident, inform the laboratory supervisors, complete incident report if required. Next, if spill occurs inside a centrifuge. So centrifugeന്റെ ഉള്ളിലാണ് സ്പില്ലേജ് നടന്നതെങ്കിൽ ആദ്യം തന്നെ ചെയ്യുന്നത് സ്റ്റോപ്പ് centrifuge. Wait about 30 minutes for aerosols to settle before opening. Aerosols എന്താ നമ്മൾ പറഞ്ഞല്ലോ, എയർ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് വരാൻ സാധ്യതയുള്ളതാണ്. It's microscopic and should wear PPE kit, remove buckets carefully and disinfect with 1% sodium hypochlorite or another suitable disinfectant. Clean and dry before use. ഇത്രയും സ്റ്റെപ്സ് സെൻട്രിഫ്യൂജിൽ സ്പില്ലേജ് ഉണ്ടായിട്ട് നമുക്ക് എടുക്കാവുന്ന പ്രിക്കോഷൻസ് ആണ്. നെക്സ്റ്റ്, ഇഫ് സ്കിൻ ഇസ് കണ്ടാമിനേറ്റഡ്, സ്കിന്നിലാണ് അതേപോലെ ഐസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കണ്ടാമിനേറ്റ് ആയ ആദ്യം വാഷ് ചെയ്യുക, അതേപോലെ ഹർഷായിട്ട് റബ് ചെയ്യരുത്. ഓക്കെ. ദെൻ ഐസ് കണ്ണിലേക്കാണെങ്കിൽ 15 minutes flush with clean water or saline for 15 minutes. And if needed, seek medical attention. Next one is needle stick injury. So allow slight bleeding. കുറച്ച് ബ്ലഡ് ആദ്യം ഞെക്കിക്കളയാം. വാഷ് വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ. റിപ്പോർട്ട് ഇമീഡിയറ്റ്ലി ആൻഡ് സീക്ക് മെഡിക്കൽ ഇവാലുവേഷൻ ഫോർ പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫിലാക്സിസ്. പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫിലാക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ശേഷം വല്ല ഇൻഫെക്ഷൻ കയറി ഉണ്ടെങ്കിൽ, നമ്മൾ ലാബിലാണ് വർക്ക് ചെയ്യുന്നത്, അതിന് ആന്റി റിട്രോവൈറൽസ് എന്തെങ്കിലും എടുക്കണോ എന്നുള്ളൊരു ഇതാണ്. അപ്പൊ ഇതെങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഏതൊക്കെ തരം ബാഗിൽ ഉണ്ടെന്നുള്ളത്. വേസ്റ്റ്, അതിന്റെ ടൈപ്പ് ഓഫ് കണ്ടെയ്നർ. സോ കണ്ടാമിനേറ്റഡ് പേപ്പർ ഷുഡ് ബി ഇൻ യെല്ലോ പേപ്പർ. Blood soaked material should be yellow bag. And broken contaminated glass should be in puncture proof sharp containers. Plastic PPE as per biomedical waste management color coded containers lidendadana. Next topic is about biomedical waste management. Categories of biomedical waste. Biomedical waste color coding, types of containers, collection, transport and disposal of biomedical waste. ഞാൻ പറഞ്ഞു ആദ്യം ഒരു വേസ്റ്റ് ഉണ്ടാവുന്നത് തൊട്ടത് എവിടം വരെ ഡിസ്പോസ് ചെയ്യുന്നതിന്റെ അറ്റം വരെ, അല്ലെങ്കിൽ അതിന് ട്രാൻസ്പോർട്ടേഷൻ വരുന്നുണ്ട്, അത് എന്ത് തരം വേസ്റ്റ് ആണ് വരുന്നുണ്ട്, എന്ത് തരം കണ്ടെയ്നറിലിടാം, എങ്ങനെ അതിനെ കൊണ്ടുപോകണം എന്ന് തുടങ്ങി പല പോയിന്റ്സ് നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ ഫസ്റ്റ് BMW എന്ന് പഠിച്ചിരിക്കല്ലേ, ബയോമെഡിക്കൽ വേസ്റ്റ്. എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത്? സാധാ വേസ്റ്റ് ആയിട്ട് എങ്ങനെ ഡിഫർ ചെയ്യുന്നു? It's a waste, any waste generated during the diagnosis, treatment, immunization of humans or animals, or during research activities, production or testing of biologicals and laboratory procedures which may be infectious or hazardous. ലാബിൽ or ഹെൽത്ത് മെഡിക്കൽ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഏതൊരു വേസ്റ്റിനെ നമ്മൾ എന്ത് പറയാം? ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറയാം.
Okay, according to the biomedical waste management rules in 2016, that biomedical waste includes waste generated from such places. Okay, അറിയാം അല്ലേ? Lab, hospital, medical college, can be veterinary hospitals as well, not for humans alone. Animals is also there, right? They need medical attention. Yeah. And from mortuaries, vaccination camps, research laboratories, ഇവിടെയെല്ലാം ബയോമെഡിക്കൽ വേസ്റ്റ് ജനറേറ്റ് ആവുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിനെങ്ങനെ മാനേജ് ചെയ്യാം? സോ വാട്ട് ഇസ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്? ഇറ്റ്സ് ദ സയന്റിഫിക് പ്രോസസ് ഓഫ് സെഗ്രിഗേഷൻ. സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്ന ആലോചിക്കാം. അതിൽ പ്ലാസ്റ്റിക് വേസ്റ്റ് ഉണ്ടാവും, ചില്ല് കുപ്പി നമ്മൾ വേറെ ഇടും, ചില്ല് കപ്പോ പൊട്ടിക്കഴിഞ്ഞാൽ വേറെ ഇടും, കത്തിക്കാവുന്ന നമ്മൾ പേപ്പർ വേസ്റ്റുകൾ വേറെ ഇടും. അതുപോലെ തന്നെയാണ് അതിൽ സെഗ്രിഗേഷൻ വരുന്നത്, ബയോമെഡിക്കൽ വേസ്റ്റിന്റെ സെഗ്രിഗേഷൻ. നെക്സ്റ്റ് ഇസ് അബൌട്ട് കളക്ഷൻ, സ്റ്റോറേജ്, അതിനെങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യാം, എങ്ങനെ ട്രീറ്റ് ചെയ്യാം, എങ്ങനെ ലാസ്റ്റ് ഫൈനൽ ആഷസ് ആക്കുന്നു വരെ. ദെൻ ഡിസ്പോസൽ ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് ടു പ്രൊട്ടക്ട് ഹെൽത്ത് കെയർ വർക്കേഴ്സ്, പേഷ്യൻസ്, പബ്ലിക് എൻവയോൺമെന്റ്. അറിയാം, ഒരു ബ്രോഡ് സ്പെക്ട്രമാണ് ബയോസേഫ്റ്റിയിൽ നമ്മളത് പറഞ്ഞു. അടുത്തത്, വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്? എന്താണ് അതിന്റെ ഒബ്ജക്റ്റീവ്സ്? നമ്മൾ ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറഞ്ഞ് അതിന് സ്പെഷ്യൽ കാറ്റഗറി ആക്കേണ്ട ഒരു കാര്യമുണ്ടോ? ഉണ്ട്. എന്തൊക്കെയാണ് അതിന്റെ ഒബ്ജക്റ്റീവ്സ് വരുന്നത്? ദാറ്റ് പ്രിവെന്റ് സ്പ്രെഡ് ഓഫ് ഇൻഫെക്ഷൻ. വെറൊരു വേസ്റ്റ് അല്ല, വെറൊരു പേപ്പർ വേസ്റ്റ് അല്ല വരുന്നത്, ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു വേസ്റ്റ് ഒക്കെ ആയിരിക്കും അത്. ഓക്കെ, അതുപോലെ ടു പ്രൊട്ടക്ട് ഹെൽത്ത് കെയർ വർക്കേഴ്സ്, പ്രിവെന്റ് ഇഞ്ചുറീസ് ഫ്രം ഷാർപ്സ്, സിറിഞ്ചും കാര്യങ്ങളും എല്ലാം അതിലുണ്ടായിരിക്കും. റെഡ്യൂസ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ ആൻഡ് പ്രിവെന്റ് റീയൂസ് ഓഫ് കണ്ടാമിനേറ്റഡ് മെറ്റീരിയൽസ്. അതിന്ന് ഇപ്പൊ പല സ്ട്രോസ് ഒക്കെ നമ്മൾ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഹോസ്പിറ്റൽ വേസ്റ്റ് റീസൈക്കിൾ ചെയ്തുണ്ടാക്കുന്നതാണ്. ഇതേപോലെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് തിരിച്ച് ആൾക്കാർ റീയൂസ് ചെയ്യാതിരിക്കാനും ഷാർപ്പ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സും കാര്യങ്ങളും എല്ലാം സേഫ് ആയിട്ട് ഡിസ്പോസ് ചെയ്യാന്നുള്ളത് ഒരു കാര്യമാണ്. ആൻഡ് കംപ്ലൈ വിത്ത് ലീഗൽ റിക്വയർമെന്റ്സ്. നെക്സ്റ്റ്, സോഴ്സസ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. യു ക്യാൻ ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. എവിടെ നിന്നൊക്കെ ബയോമെഡിക്കൽ വേസ്റ്റ് വരാം? Primary health centers എല്ലാം വരാം, വാക്സിനേഷൻ സെന്റേഴ്സ്. നെക്സ്റ്റ് is about the categories of biomedical waste. നമുക്ക് ബയോമെഡിക്കൽ വേസ്റ്റിനെ ഡിഫറെന്റ് കാറ്റഗറി ആയിട്ട് തിരിക്കാം. ഓക്കെ, അതിൽ ഏതൊക്കെ കാറ്റഗറീസ് വരും? ഫസ്റ്റ് വൺ ഇസ് യെല്ലോ കാറ്റഗറി. യെല്ലോ ബാഗ് ഞാൻ പറഞ്ഞു, ആദ്യം ഒരു പല കളർ കോഡിംഗ് സിസ്റ്റം ഉണ്ട് വേസ്റ്റ് കണ്ടെയ്ൻ ചെയ്യുന്നതിന്റെ. യെല്ലോ കാറ്റഗറിയിൽ വരുന്ന വേസ്റ്റുകൾ ഏതൊക്കെയാണ്? ഹ്യൂമൻ അനാറ്റമിക്കൽ വേസ്റ്റ്, ആനിമൽ അനാറ്റമിക്കൽ വേസ്റ്റ്, പ്ലാസെന്റ, ബോഡി ഓർഗൻസ്, ബോഡി ടിഷ്യൂസ്, ബ്ലഡ് ബാഗ്സ്, സോയിൽഡ് ഡ്രസ്സിങ്. സോയിൽഡ് ഡ്രസ്സിങ് എന്ന് പറഞ്ഞാൽ എന്താ? ചെളി പിടിച്ച ഡ്രസ്സാണോ? അല്ല, ഈ ഗോസ് ഒക്കെ ഉണ്ടാവില്ല, മുറിവ് വന്ന് നമ്മൾ കൈമ ചുറ്റി നിന്ന് പഞ്ഞി ചോരയായിട്ടുള്ള ഐറ്റംസ്, അതിനെയാണ് പറയുന്നത്. ദെൻ കോട്ടൺ കണ്ടാമിനേറ്റഡ് വിത്ത് ബ്ലഡ് ഓർ ബോഡി ഫ്ലൂയിഡ്സ്. നെക്സ്റ്റ് അതിൽ വരുന്നതാണ് ബാൻഡേജ്. സോയിൽഡ് ഡ്രസ്സിംഗിൽ വരുന്നതാണ് പ്ലാസ്റ്റർ കാസ്റ്റ്, മൈക്രോബയോളജി ലബോറട്ടറി വേസ്റ്റ്, കൾച്ചർ പ്ലേറ്റ്സ്, പെറ്റി ഡിഷസ്, എക്സ്പയർഡ് മെഡിസിൻസ്, സൈറ്റോടോക്സിക് ഡ്രഗ്സ്. സൈറ്റോടോക്സിക് എന്ന് പറഞ്ഞാൽ സെല്ലിനെ ബാധിക്കുന്ന, ആൻഡ് കെമിക്കൽ വേസ്റ്റ്, അതർ കാറ്റഗറീസ്. നെക്സ്റ്റ് അതിന്റെ ട്രീറ്റ്മെന്റ്സ് കോമൺ ആയിട്ട് ഏതൊക്കെയാണ് വരുന്നത്? ഈ ഒരു പ്രൊസീജിയേഴ്സ് തന്നെ വരുന്നത്. ഇൻസിനറേഷൻ അല്ലെങ്കിൽ പ്ലാസ്മ പൈറോളിസിസ്, ഡീപ് ബറിയൽ. അഗൈൻ യു ക്യാൻ തിങ്ക് ഓഫ് കോവിഡ്. ഇൻസിനറേഷൻ എന്ന് പറയുന്നത് ഹൈ ഹീറ്റ് അണ്ടർ പ്രഷർ കൊടുത്തിട്ട് അതിനെ ഡിസ്പോസ് ചെയ്ത് കളയലാണ്. പ്ലാസ്മ പൈറോളിസിസ് അഗൈൻ ഐ ഗെസ് ഇറ്റ് ഇസ് വെറ്റർ ട്രീറ്റ്മെന്റ് ആണെന്ന് തോന്നുന്നു. യു ക്യാൻ ജസ്റ്റ് ഡു റിസർച്ച് അബൌട്ട് ഇറ്റ്. ഐ ഹാവന്റ് ആഡഡ് ദി ഡീറ്റെയിൽസ്. ഓക്കെ, അത് വൺ ഇസ് ഡീപ് ബറിയൽ. അന്ന് പള്ളികളിൽ ആൾക്കാരുടെ ശവം സംസ്കരിച്ചിരുന്നത് ഒന്നില്ലെങ്കിൽ കത്തിച്ച ആഷസ് ആയിട്ടും അല്ലെങ്കിൽ ഡീപ്പ് ആയിട്ടുള്ള ഒരു പിറ്റ് എടുത്ത് അവരെ ബറി ചെയ്യായിരുന്നു. അപ്പോൾ അതേ ട്രീറ്റ്മെന്റ് തന്നെയാണ് ബയോമെഡിക്കൽ വേസ്റ്റിന് നമുക്ക് വേണ്ടത്. ആസ് there will be we cannot predict it, right? There will be infectious agents in the waste. അപ്പൊ യെല്ലോ കാറ്റഗറിയിൽ വരുന്നത് ഇത്രയും കാര്യങ്ങളാണ്. റെഡ് കാറ്റഗറി അതിൽ വരുന്നതാണ് IV ട്യൂബ്സ്, catheters. There are some contaminated recyclable waste, catheters, then urine bags, syringes without needle, gloves, plastic bottles, plastic tubing, oxygen mask, disposable plastic items, reusable ആയിട്ടുള്ളതാണ്. So we can use autoclaving, microwaving, hydroclaving, shredding എന്ന് പറഞ്ഞാൽ അത് ചെറിയ ചെറിയ പീസാക്കി അതിന്റെ വോളിയം ഒന്ന് കുറയ്ക്കുക, then recycling. ഇത്രയാണ് അതിന്റെ ട്രീറ്റ്മെന്റ് വരുന്നത്, കൺസിസ്റ്റിംഗ് ഓഫ് റെഡ് കാറ്റഗറി. അടുത്താണ് വൈറ്റ് അല്ലെങ്കിൽ ട്രാൻസ്ലൂസൻ കാറ്റഗറി അല്ലെങ്കിൽ ട്രാൻസ്പെറന്റ് കളർ. അതിൽ യൂസ് ചെയ്യാവുന്നതാണ് നീഡിൽസ്, സ്കാൽപ്പിൽസ്. ഇതൊക്കെയാണ് അതിൽ ഡിസ്പോസ് ചെയ്യേണ്ടത്, ഷാർപ്പായിട്ടുള്ള ഐറ്റംസ്, ബ്ലേഡ്, മെറ്റൽ ഷാർപ്സ്, ലാൻസെറ്റ്സ്. ഇത്രയും കാര്യങ്ങൾ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലാണ് ഇടേണ്ടത്.
സോ ഇതിന്റെ ട്രീറ്റ്മെന്റ്സ് വരുന്നത് ഓട്ടോക്ലാവിംഗ്, ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ, ഷ്രെഡിംഗ്, എൻകാപ്സുലേഷൻ, ഡിസ്പോസൽ ഇൻ ഷാർപിറ്റ് ഓർ ഓതറൈസ്ഡ് ഫെസിലിറ്റി. അടുത്ത കാറ്റഗറിയാണ് ബ്ലൂ കാറ്റഗറി. ബ്ലൂവിൽ വരുന്നത് ഗ്ലാസ് അല്ലെങ്കിൽ മെറ്റാലിക് ഇംപ്ലാന്റ്സ് ആണ്, ഇംപ്ലാന്റുകൾ. അതിൽ ബ്രോക്കൺ ഗ്ലാസ് വെയർസ്, മെഡിസിൻ വയൽസ്, ഗ്ലാസ് ബോട്ടിൽസ്, ആംപ്യൂൾസ്, മെറ്റാലിക് ഇംപ്ലാന്റ്സ്, ഇത്തരം കാര്യങ്ങൾ ഡിസ്പോസ് ചെയ്യാവുന്നതാണ് ഇൻ ബ്ലൂ. സോ മെറ്റാലിക് ഓരോ കളർ കോഡ്സും അതിന് ഏതൊക്കെ ഐറ്റംസ് ആണ് നല്ല കാണാതെ പഠിച്ചു വെക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം, വേണമെങ്കിൽ ഒരു അതിനെപ്പറ്റി റിസർച്ച് ചെയ്ത് കുറച്ച് ഇമേജസ് ഒക്കെ ഒന്ന് നോക്കാം. അപ്പൊ ഒരു മെന്റൽ ഇമേജ് നിങ്ങൾക്ക് അതിന് കിട്ടും. നെക്സ്റ്റ് അഗെയിൻ അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യാം? ഡിസ്ഇൻഫെക്ഷൻ, ക്ലാവിംഗ്, റീസൈക്ലിംഗ്, ഷാർപ്സും കാര്യങ്ങളൊക്കെ നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ഒരു ടേബിളായിട്ട് അഗെയിൻ ആഡ് ചെയ്തിട്ടുണ്ട്. സോ യെല്ലോ വേസ്റ്റ് എങ്ങനെ യൂസ് ചെയ്യാം, യു കൻ ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് ഏതൊക്കെ കളർ, യെല്ലോ, റെഡ്, ട്രാൻസ്ലൂസെന്റ് അല്ലെങ്കിൽ വൈറ്റ്, ബ്ലൂ. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഈ ഒരു ടേബിളായിട്ട് പഠിച്ചു വെച്ചാലും മതി. ഓക്കെ, ഇതൊക്കെ ഈ ഒരു പാട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യത കൂടുതലാണ്. വേസ്റ്റ് ഡിസ്പോസിങ്, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. ഓക്കെ, വി ക്യാൻ മൂവ് ഓൺ ടു നെക്സ്റ്റ് ടോപ്പിക്. ടൈപ്സ് ഓഫ് കണ്ടെയ്നേഴ്സ്. ഇനി നമ്മൾ പറഞ്ഞു യെല്ലോ ബാഗിൽ എന്തിടും, റെഡ് ബാഗിൽ എന്തിടും, ഇതിലൊക്കെ എന്തിടും നമ്മൾ പറഞ്ഞു. ഇനി ഇത് ടൈപ്പ് എങ്ങനെയാണ്? ചെറിയൊരു പ്ലാസ്റ്റിക് കവറിൽ ഇട്ടാൽ മതി, ഒരു ലൈറ്റ് വെയിറ്റ് പ്ലാസ്റ്റിക് കവറിലാണോ ഇടുക? അല്ല, നമുക്ക് നോക്കാം. സോ യെല്ലോ ബാഗ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി നോൺ ക്ലോറിനേറ്റഡ് പ്ലാസ്റ്റിക് ബാഗ് ആൻഡ് ഇറ്റ് ഷുഡ് ബി ലീക്ക് പ്രൂഫ്, സ്ട്രോങ് ഇനഫ് ടു പ്രിവെന്റ് ടയറിംഗ്. പെട്ടെന്ന് കീറി പോവാത്ത തരത്തിലുള്ളൊരു കണ്ടെയ്നർ ആയിരിക്കണം. കൂടുതൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്, ഞാൻ വീണ്ടും പറഞ്ഞില്ല. യു കെൻ ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. ഏതൊക്കെ ടൈപ്പ് ഓഫ് വേസ്റ്റ് ആണ് അതിലിടുന്നത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. റെഡ് ബാഗ് എന്തായിരിക്കണം? എഗെയിൻ നോൺ ക്ലോറിനേറ്റഡ് പ്ലാസ്റ്റിക് ബാഗ്സ് ആയിരിക്കണം. വൈറ്റ് കണ്ടെയ്നർ അതർവൈസ് ട്രാൻസ്ലൂസെന്റിൽ ദാറ്റ് ഷുഡ് ബി പങ്ക്ചർ പ്രൂഫ്. നമ്മൾ വൈറ്റ് കണ്ടെയ്നറിൽ എന്താ ഇടുന്നത്? കൂടുതലും നീഡിൽസ് ആണല്ലേ, ഷാർപ്പ് ബ്ലേഡ് ഒക്കെ പെട്ടെന്ന് സിറിഞ്ച്, സ്കാൽപ്പൽസ് ഒക്കെ ഇടുമ്പോൾ അത് കീറിപ്പോരുത്. സോ ഇറ്റ് ഷുഡ് ബി പങ്ക്ചർ പ്രൂഫ്, ലീക്ക് പ്രൂഫ്, ടാമ്പർ പ്രൂഫ്, ട്രാൻസ്ലൂസെന്റ്. ബ്ലൂ കണ്ടെയ്നർ. അടുത്ത വരുന്നതാണ് സെഗ്രിഗേഷൻ ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്. സെഗ്രിഗേഷൻ എന്ന് പറയുന്നത് എന്താണ്? വേർതിരിക്കുകയാണ് അല്ലേ? എങ്ങനെയൊക്കെ വേർതിരിക്കാം? സോ സെഗ്രിഗേഷൻ മീൻസ് സെപ്പറേറ്റിംഗ് ബയോമെഡിക്കൽ വേസ്റ്റ് അറ്റ് ദ പോയിന്റ് ഓഫ് ജനറേഷൻ അക്കോർഡിംഗ് ടു കളർ കോഡിംഗ്. കളർ കോഡിംഗ് അനുസരിച്ചിട്ട് ഒരു വേസ്റ്റ് ജനറേറ്റ് ആവുന്ന ഒരു സമയം അപ്പൊ തന്നെ നമുക്ക് അതിനെ സെഗ്രിഗേറ്റ് ചെയ്ത് പല കണ്ടെയ്നേഴ്സിലേക്ക് മാറ്റാവുന്നതാണ്. അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? നമ്മളെല്ലാം കൂടി കൂട്ടി ഒരു വേസ്റ്റ് ആക്കിയിട്ട് പിന്നെ നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്യാൻ നിൽക്കുന്നതാണോ, ആദ്യം തന്നെ ഒരു അതിൻ്റെ തക്കതായ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലിലേക്ക് കണ്ടെയ്നറിലേക്ക് മാറ്റുന്നതാണ്. ഓക്കെ, ദാറ്റ് റെഡ്യൂസസ് ഇൻഫെക്ഷൻ, റെഡ്യൂസസ് ട്രീറ്റ്മെന്റ് കോസ്റ്റ്, enables proper recycling, prevents environmental pollution and also ensures safe disposal as well. What is the golden rule? Golden rule എന്ന് പറയുന്നത് segregate waste at the point of generation. Okay, അതിനാണ് ഗോൾഡൻ റൂൾ എന്ന് പറയുന്നത് വേസ്റ്റ് ഡിസ്പോസലിന്റെ. As collection should be done on a daily basis, weekly basis or monthly basis അല്ല കളക്ട് ചെയ്യുന്നത്. And it's done by trained staff and using PPE kits without mixing different categories in label containers. ഞാൻ പറഞ്ഞു പല കളർ കോഡിംഗ് ഉണ്ട്, അതുപോലെ തന്നെ അത് ലേബൽ ചെയ്യും വേണം. ആൻഡ് ഇൻ ലീക്ക് പ്രൂഫ് ബാഗ്സ്. ദെൻ സോ വേസ്റ്റ് ബാഗ് ഷുഡ് നോട്ട് ബി ഓവർ ഫിൽഡ്. ഓക്കെ, 3/4 ഒക്കെ ഫിൽ ചെയ്യാൻ പാടുള്ളൂ, ഫുള്ളായിട്ട് അങ്ങനെ ഹീപ്പായിട്ടൊന്നും ഇടരുത്. നെക്സ്റ്റ് സ്റ്റോറേജ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്. ഈ വേസ്റ്റ് എല്ലാം നമ്മൾ കളക്ട് ചെയ്തു, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ പ്രോപ്പർ ആയിട്ട് പ്രൊട്ടക്ട് ചെയ്ത് തന്നെ സ്റ്റോർ ചെയ്യണം. ബയോമെഡിക്കൽ വേസ്റ്റ് ആണ്, ഹസാഡസ്, അതുകൊണ്ട് അത് ഇതുപോലെ നമുക്ക് അവിടെ ഇവിടെ നിന്ന് ഇടാൻ പറ്റില്ല. സോ സ്റ്റോറേജ് ഏരിയ ഷുഡ് ബി ക്ലീൻ. ആ ഒരു ഏരിയയും ക്ലീൻ ആയിരിക്കണം. അതുപോലെ തന്നെ ഷുഡ് ബി കവേർഡ്, പ്രോപ്പർ ആയിട്ട് അതിനെ കവർ ചെയ്ത് വെച്ചതുമായിരിക്കണം. ആൻഡ് ദർ ഷുഡ് ബി വെന്റിലേഷൻ, സെക്യൂർ, അവേ ഫ്രം പേഷ്യന്റ് ഏരിയാസ്. പേഷ്യൻസ് വരാൻ സാധ്യത കൂടുതലാണല്ലോ, ടെസ്റ്റ് ചെയ്യാനും സ്പെസിമെൻ തരാനൊക്കെ വരുമ്പോൾ ആ ഒരു ഏരിയയിൽ ഒരിക്കലും വേസ്റ്റ് കൊണ്ടുവയ്ക്കരുത്. ആൻഡ് ഇറ്റ് ഷുഡ് ബി പ്രൊട്ടക്റ്റഡ് ഫ്രം ആനിമൽസ് ആൻഡ് ഇൻസെക്ട്സ്. ദെൻ ബയോമെഡിക്കൽ വേസ്റ്റ് ഷുഡ് നോട്ട് ബി സ്റ്റോർഡ് ബിയോണ്ട് 48 hours. If longer storage is unavoidable, permission from the prescribed authority is required. Next, what's about the transportation of biomedical waste? ഇതിനെ പ്രോപ്പർ ആയിട്ട് സെഗ്രിഗേറ്റ് ചെയ്തു. അടുത്ത സ്റ്റെപ്പ് ഏതാണ്? കളക്ട് ചെയ്തു, അതിൻ്റെതായ ബാഗിൽ അതിനെ ലേബൽ ചെയ്തു, സെക്യൂർ ആയിട്ട് സ്റ്റോർ ചെയ്തു. ഇനി വരുന്നത് നമുക്കാണ് ട്രാൻസ്പോർട്ടേഷൻ. എങ്ങോട്ടാണ് ഈ വേസ്റ്റ് നമുക്ക് കൊണ്ടുപോകേണ്ടത്? ഓട്ടോക്ലാവിംഗ്, ഹൈഡ്രോളിസിസ്, പല ഹൈഡ്രോക്ലാവിംഗ്, പല മെത്തേഡ്സ് നമ്മൾ പറഞ്ഞു. ഇൻസിനറേഷൻ. ഹോസ്പിറ്റൽ പ്രിമൈസസിൽ അപ്പൊ രണ്ട് തരത്തിൽ വരുന്നുണ്ട്. ഒന്ന് ഇന്റേണൽ ട്രാൻസ്പോർട്ടും വരുന്നുണ്ട്, ഒന്ന് എക്സ്റ്റേണൽ ട്രാൻസ്പോർട്ടും വരുന്നുണ്ട്. ഇന്റേണൽ ട്രാൻസ്പോർട്ടിൽ വരുന്ന ഇറ്റ്സ് വിതിൻ ദ ഹോസ്പിറ്റൽ പ്രിമൈസസ്.
അവിടെ നമുക്ക് എവിടെയൊക്കെ വെച്ചാൽ ക്ലോസ്ഡ് ട്രോളീസിൽ മാത്രമേ അതിന് ക്യാരി ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ ലീക്ക് പ്രൂഫ് കണ്ടെയ്നേഴ്സ് ആയിരിക്കണം. ഡെഡിക്കേറ്റഡ് റൂംസ്, വേസ്റ്റ് കൊണ്ടുപോകാനുള്ള ഒരു സ്ഥലത്ത് കൊണ്ട് തന്നെ, അല്ലാണ്ട് പേഷ്യൻസിന്റെ ഇടയിൽ കൂടെ അധികം കൊണ്ടുപോകാതിരിക്കുക. നോ മാനുവൽ ക്യാരിങ് ഓഫ് ലീക്കിംഗ് ബാഗ്സ്. ലീക്കിംഗ് ബാഗ് കയ്യിൽ പിടിച്ച് കൊണ്ടുപോകാൻ പാടില്ല. ബ്ലഡും ബോഡി ഫ്ലൂയിഡ്സും പല സോളിഡ് ഡ്രസ്സും കാര്യങ്ങളെല്ലാം അതിലുണ്ടായിരിക്കാം. എക്സ്റ്റേണൽ ട്രാൻസ്പോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ ടു കോമൺ ബയോമെഡിക്കൽ വേസ്റ്റ് ട്രീറ്റ്മെന്റ് ഫെസിലിറ്റിക്ക് അതിനെ കൊണ്ടുപോകുന്നതിനാണ്. That should be dedicated work. Sorry. There should be dedicated vehicles for it, labeled containers and leak-proof system. Next, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ട്രാൻസ്പോർട്ടേഷൻ വരെ നമ്മൾ പറഞ്ഞു. അടുത്ത് വരുന്നത് അതിന്റെ ട്രീറ്റ്മെന്റ് ആണ്. ലൈക്ക് ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ മെത്തേഡ്സ്. ഫസ്റ്റ് വൺ ഇസ് ഇൻസിനറേഷൻ. ഹൈ ഹീറ്റിൽ അതിനെ ചാമ്പലാക്കുന്നതാണ്. ഓക്കെ, ബേണിംഗ് വേസ്റ്റ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. അതിൽ വരുന്ന ഇതൊക്കെ അനാറ്റമിക്കൽ വേസ്റ്റ്, സോയിൽ വേസ്റ്റ്, ബ്ലഡ് ബാഗ്സ്, ഇത്രയും കാര്യങ്ങളാണ്. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്? ദാറ്റ് ഡെസ്ട്രോയ് പാത്തജൻസ്, റെഡ്യൂസ് വേസ്റ്റ് വോളിയം ആസ് വെൽ. Then next process is autoclaving, where we use steam sterilization under pressure, used for plastic waste, microbiology waste, sharp before shredding. Next is microwaving, use microwave energy to disinfect waste. Next is hydroclaving, that's steam treatment under pressure. Okay, then chemical disinfection using sodium hypochlorite. നമ്മൾ ഡിസിൻഫെക്റ്റൻസ് പഠിച്ചില്ലേ, ഹൈഡ്രജൻ പെറോക്സൈഡ് എന്നു നോക്കാം. And also about other approved disinfectants. Next, it's suitable for liquid waste and laboratory waste as well. അടുത്താണ് deep burial, used where incineration is unavailable and permitted by regulations like anatomical waste, animal waste. Okay. Next is shredding. ഷ്രെഡിങ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റൽ വേസ്റ്റ് എടുത്ത് പലതും റീസൈക്കിൾ ചെയ്ത് പണ്ടത്തെ സ്ട്രോ കാര്യങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട്. സോ ഷ്രെഡിങ്, കട്ട് ചെയ്ത് ചെറിയ പീസ് ആക്കിയിട്ട് കഴിഞ്ഞാൽ വി കൻ പ്രിവെന്റ് ദ റീയൂസ് ടു ആൻ എക്സ്റ്റെന്റ് ആൻഡ് റെഡ്യൂസ് ദ വേസ്റ്റ് വോളിയം. ഇത്തരം കാര്യങ്ങൾ അതിന് അഡ്വാൻറ്റേജ് ഉണ്ട്. ആൻഡ് ഇറ്റ് ഷുഡ് ബി ഡൺ ആഫ്റ്റർ സ്റ്റെറിലൈസേഷൻ. നെക്സ്റ്റ് സ്റ്റെപ്പ്, റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന വേസ്റ്റ് ലൈക്ക് പ്ലാസ്റ്റിക്, ഗ്ലാസ്, മെറ്റൽ ഐറ്റംസ് എല്ലാം ഓൺലി ആഫ്റ്റർ പ്രോപ്പർ ഡിസിൻഫെക്ഷൻ. ദെൻ 13th, labeling of biomedical waste. എങ്ങനെ ലാബൽ ചെയ്യാന്നുള്ളതാണ്. There should be biohazard symbol. We have already discussed it. And there should be color code, date of it, and waste category. ഇതിൽ അതിൽ ലേബൽ ചെയ്യണം. ലൈക്ക് സോഴ്സ് ഏത് ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ ഏത് ലബോറട്ടറി എന്നാണ്, അല്ലെങ്കിൽ ഏത് PHC എന്നാണ്. ആൻഡ് ബാർകോഡ് ഇഫ് ബയോവേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് applicable. Next is about biohazard symbol. So biohazard symbol indicates the presence of infectious biological material and wants healthcare workers to take precautions. Again, PPE kit we have discussed. Yeah. നമുക്ക് എന്തൊക്കെയാണ് ഒരു സേഫ്റ്റി മാനേജ്മെന്റ് എന്ന് നോക്കാം. സോ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് ആണ്, ഒന്നുകൂടി നിങ്ങൾക്ക് റിവൈസ് ചെയ്യാം. സ്റ്റാഫ് വാക്സിനേഷൻ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. റിപ്പോർട്ട് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് ഇമ്മീഡിയറ്റ്ലി, യൂസ് ട്രോളി ഫോർ ട്രാൻസ്പോർട്ട്, ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണല്ലോ. വില്ലേജും കാര്യങ്ങളൊക്കെ എങ്ങനെ മാനേജ് ചെയ്യണം. നെക്സ്റ്റ് ആർ സം ഹസാർഡ്സ് ഓഫ് ഇംപ്രോപ്പർ ബയോമെഡിക്കൽ വേസ്റ്റ് ഡിസ്പോസൽ. ഇംപ്രോപ്പർ ആയിട്ട് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഹസാർഡസ് ആയിട്ടുള്ള ബയോമെഡിക്കൽ വേസ്റ്റിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇംപ്രോപ്പർ ആയിട്ടുള്ള ഒരു ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് അവിടെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കാം അവിടെ ഉണ്ടാകുന്ന കാര്യങ്ങൾ. HIV ട്രാൻസ്മിഷനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ഹെപ്പറ്റൈറ്റിസ് B, ഹെപ്പറ്റൈറ്റിസ് C, ട്യൂബർകുലോസിസ്, ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻസ്, നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ്, ഇത്രയും കാര്യങ്ങൾ അവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ എൻവയോൺമെന്റിനെ ഫോക്കസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അവിടെ എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, സോയിൽ കണ്ടാമിനേഷൻ, ബാഡ് ഓർഡർ, സ്പ്രെഡ് ഓഫ് ഡിസീസ് ടു ഇൻസെക്ട്സ് ആൻഡ് റോഡൻസ്, such chances are high. Next is about biomedical waste management cycle. നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്ത പോയിന്റ്സിന് ഒന്നുകൂടി ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം. വേസ്റ്റ് ജനറേറ്റ് ചെയ്യും, സെഗ്രിഗേറ്റ് ചെയ്യും, കളക്ട് ചെയ്യും, സ്റ്റോർ ചെയ്യും, അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യും, അതിന് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ലൈക്ക് ഇൻസിനറേഷൻ, ഓട്ടോക്ലാവിംഗ്, ലൈക്ക് ദാറ്റ്. And after that final disposal. So you can just go through it again. Some important facts ഞാൻ point out ചെയ്തിട്ടുണ്ട്. നമുക്ക് വീഡിയോ പോസ് ചെയ്ത് വായിക്കാവുന്നതാണ്. ഇനി നെമോണിക്സ് നമുക്ക് ഓർത്ത് വെക്കാൻ ഞാൻ പറഞ്ഞു ഏറ്റവും ആദ്യം പറ്റാവുന്ന ഇക്വേഷനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഫണ്ണി രീതിയിൽ എന്തെങ്കിലും ഓർത്ത് വെക്കാനായിട്ടുള്ള രീതിയിലൊക്കെ ഉണ്ടാക്കാം. അതുപോലെ നമുക്കൊരു നെമോണിക്സ് ഈസി മെമ്മറി നോക്കാം. സോ YRWB, യെല്ലോ, റെഡ്, വൈറ്റ്, ബ്ലൂ, ഇതിനെ നമുക്ക് എങ്ങനെ പഠിക്കാം. Yucky tissues, recyclable plastic for red.
White for weapons, sharps ഇടുന്നതാണ്. Blue for broken glass, B. Okay. Next, disposal mnemonics നോക്കാം. യെല്ലോ ആണെങ്കിൽ ഡിസ്പോസ് ചെയ്യുന്നത് കത്തിക്കാണല്ലോ, ഇൻസിനറേഷൻ. ആ തീരെ കളർ ഒന്ന് ആലോചിക്കാം. ദെൻ റെഡ് എന്ന് പറയുമ്പോൾ RE തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നില്ല, അപ്പൊ റീസൈക്കിൾ ആഫ്റ്റർ ഓട്ടോക്ലാവ്. വൈറ്റ് for sterilize and destroy, വൃത്തിയില്ല. ദെൻ ബ്ലൂ ഡിസിൻഫെക്റ്റഡ് ആൻഡ് റീസൈക്കിൾ. നമ്മുടെ ഹാർപ്പിക്കോ അങ്ങനെ നീല കളറിൽ എന്തെങ്കിലും ആലോചിച്ച് വയ്ക്കാം. Next is about basic first aid techniques for cuts or bruises or burn injuries. പെട്ടെന്നുള്ള ഒരു ഫസ്റ്റ് എയ്ഡ് നമുക്ക് പഠിക്കണം. എന്തെങ്കിലും കട്ടോ ബ്രൂസസോ, മീൻസ് മുറിവുകൾ ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പൊള്ളലേറ്റ് കഴിഞ്ഞാൽ എന്തൊക്കെ ഫസ്റ്റ് എയ്ഡ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നതാണ് എല്ലാ വണ്ടികളിലും ബസ്സിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ട്രാൻസ്പോർട്ടിൽ കാണാറില്ല ഫസ്റ്റ് എയ്ഡ് ബോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഇമ്മീഡിയറ്റ് ആൻഡ് ടെമ്പററി കെയർ ഗിവൻ ടു എ പേഴ്സൺ ഹു ഹാസ് ബീൻ ഇൻജോർഡ് ഓർ സഡൻലി ബിക്കം ഇൽ ബിഫോർ പ്രൊഫഷണൽ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഇസ് അവൈലബിൾ. ഓക്കെ, ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫസ്റ്റ് എയ്ഡ് എന്താണ്? ജീവൻ രക്ഷിക്കാനാണ്. അറിയുന്ന കാര്യങ്ങളാണ്, ജസ്റ്റ് ആഡഡ്. പ്രിവെന്റ് ദ കണ്ടീഷൻ ഫ്രം ബീങ് വേഴ്സ്. നമ്മൾ ഒരു എല്ലാത്തിനായിട്ടുള്ള ഒരു സൊല്യൂഷൻ അവിടെ കിട്ടുന്നില്ല. ഫസ്റ്റ് എയ്ഡ് പ്രാഥമിക ഒരു ഹെൽപ്പാണ് കൊടുക്കുന്നത്. ആൻഡ് റിലീവ് പെയിൻ, പ്രിവെന്റ് ഇൻഫെക്ഷൻ, promote recovery, and also arrange early medical treatment. There are the 3 P's of first aid. Second one, first aider. A first aider is a person trained to provide immediate assistance until medical help arrives. Qualities of a first aider എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. The first aider in the sense ആരാണ് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന ഒരാൾ. He should be calm and confident. നമ്മളൊരു പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ പാനിക് അയാൾ നമ്മൾ പോയിട്ട് പേടിപ്പിക്കാതിരിക്കുകയല്ലേ, നമുക്ക് കുറച്ച് കാം ആൻഡ് കോൺഫിഡന്റ് ആയിട്ട് വേണം നിൽക്കാനായിട്ട്. ആൻഡ് ഹി ഷുഡ് ബി ക്വിക്ക് ഡിസിഷൻ മേക്കർ. അപ്പൊ കൈ മുറിഞ്ഞാലും അതെ, പെട്ടെന്ന് ആള് ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് കൂടും. അതില്ലാതെ നമുക്ക് നോക്കാം ലാബിലായാലും. ആൻഡ് ഹി ഷുഡ് ബി എ ഗുഡ് ഒബ്സർവർ, സിമ്പത്തറ്റിക് ടു ദ പേഷ്യന്റ്, ആൻഡ് ഷുഡ് ബി ഫിസിക്കലി ഫിറ്റ്. നെക്സ്റ്റ്, he should also be knowledgeable in first aid, reassuring to the patient. അല്ലെ, ശരിയാവും, നമ്മളൊരു സമാധാന വാക്ക് പറഞ്ഞ് ഇത്രയും കാര്യം നമുക്ക് ഫസ്റ്റ് എയ്ഡിൽ വരുന്നതാണ്. അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് എയ്ഡറിന്റെ ക്വാളിറ്റി ആണ്. Then what are the general principles of first aid? എന്തൊക്കെയാണ് ഫസ്റ്റ് എയ്ഡിൽ ഒരു ജനറൽ പ്രിൻസിപ്പിൾ ആയിട്ട് വരുന്നത്? Ensure the scene is safe, stay calm, wear PPE if available, assess the patient. ഫസ്റ്റ് എയ്ഡിലെ ABC എന്താണെന്ന് ചോദിക്കാം. എയർവേ, ബ്രീതിങ് ആൻഡ് സർക്കുലേഷൻ കറക്റ്റ് അല്ലേ നോക്കുക. കോൾ ഫോർ മെഡിക്കൽ ഹെൽപ്പ് ഇഫ് നീഡഡ്, കൺട്രോൾ ദ ബ്ലീഡിങ്. കട്ടൊക്കെ ബ്രൂസസ് ഒക്കെ ആണെങ്കിൽ ബ്ലീഡിങ് മാക്സിമം കൺട്രോൾ ചെയ്യുക, അവിടെ പ്രഷർ കൊടുക്കാം. ഡു നോട്ട് മൂവ് ദ പേഷ്യന്റ് അൺനെസസറിലി, റീഅഷ്യൂർ ദ വിക്ടിം. എന്തുകൊണ്ടാണ്? പെട്ടെന്ന് ഒരു വീണ ആളാന്ന് വിചാരിക്കാം, ഇപ്പൊ ലബോറട്ടറിയിൽ എന്തെങ്കിലും തട്ടിപ്പോയത് വഴിക്ക് വീഴുമെന്ന് വിചാരിക്കാം. അപ്പം നട്ടെല്ലും കാര്യങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട്, ഒരു നോളജബിൾ ആയിട്ടുള്ള ആര് വന്നാലും എണിപ്പിക്കാൻ പാടുള്ളൂ. നമ്മൾ പെട്ടെന്ന് എണീറ്റ് കുട്ടികൾ വീണാലും അതിനിട്ട് കൊടയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും അത് ചെയ്യാൻ പാടില്ല ഒരിക്കലും. ഓക്കെ, അത്രയും കെയർഫുൾ ആയിട്ട് വേണം ഹാൻഡിൽ ചെയ്യാനായിട്ട്. ആൻഡ് ഓൾസോ കീപ് ദ പേഷ്യന്റ് വാം, മോണിറ്റർ അണ്ടിൽ ഹെൽപ്പ് അറൈവ്സ്. സോ ഫസ്റ്റ് എയ്ഡർ ഷുഡ് ബി എ ഗുഡ് ഒബ്സർവർ. നെക്സ്റ്റ്, പ്രൈമറി സർവേ നമ്മൾ നടത്തണം ഫസ്റ്റ് എയ്ഡ് ചെയ്യുമ്പോൾ. നമ്മൾ പറഞ്ഞു എയർവേ, ബ്രീതിങ് ആൻഡ് സർക്കുലേഷൻ ചെക്ക് ചെയ്യാം. എയർവേ പ്രോപ്പർ ആയിട്ടൊന്ന് ശ്വസിക്കാനായിട്ട്, ക്രൗഡഡ് ആയിട്ട് ആൾക്കാർ കൂടി നിന്ന് കഴിഞ്ഞാൽ പേഷ്യന്റ് ഷുഡ് ബി പാനിക്. സോ എൻഷുർ ദ എയർവേ ഈസ് ഓപ്പൺ ആൻഡ് ഫ്രീ ഫ്രം ഒബ്സ്ട്രക്ഷൻ. ബ്രീതിങ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ചെക്ക് ഇഫ് ദ പേഴ്സൺ ഇസ് ബ്രീതിങ് നോർമലി. CPR കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കാൻ പല ഇതിലുണ്ട്, പല വീഡിയോസിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. എങ്ങനെയാണ് പ്രോപ്പറായിട്ട് CPR കൊടുക്കുന്നത് വരെ പഠിച്ചു വെക്കാം. ഓക്കെ, അത് നമുക്ക് റിയൽ ലൈഫിലും എക്സാമിന് മാത്രമല്ല റിയൽ ലൈഫിലും പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ദെൻ C is for circulation, ചെക്ക് പൾസ് ചെക്ക് ചെയ്യുക. ബ്ലീഡിങ് ഉണ്ടോ എന്ന് നോക്കുക. സ്കിൻ കളർ മാറുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. നെക്സ്റ്റ് ഇസ് അബൌട്ട് ഫസ്റ്റ് എയ്ഡ് ബോക്സ്. ഫസ്റ്റ് എയ്ഡ് ബോക്സ് നമ്മൾ കുറെ കണ്ടിട്ടുള്ള ഐറ്റം ആണല്ലേ. ഓക്കെ, സോ എ ലബോറട്ടറി ഓർ വർക്ക് പ്ലേസ് ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഷുഡ് കണ്ടെയ്ൻ. നമുക്ക് പഠിക്കാനുള്ളത് എന്താ? ലാബ് റിലേറ്റഡ് ആണ്. ദർ ഷുഡ് ബി സ്റ്റെറൈൽ ഗൗസ്, ചുറ്റുന്ന അതിനാണ് ഗൂസ് എന്ന് പറയുന്നത്. അഡ്ഹസീവ് ബാൻഡേജസ് അല്ലെങ്കിൽ ബാൻഡേജ് ഒട്ടിക്കുന്ന ബാൻഡേജ്, റോളർ ബാൻഡേജസ്, കോട്ടൺ, adhesive tape, antiseptic solution, antibiotic ointment, burn dressing, scissors, tweezers, disposable gloves, face mask, safety pins, ORS packets, thermometers, eye wash or saline, CPR face shield if available. Next, first aid for cuts. Cuts അല്ലെങ്കിൽ മുറിവുകൾ ഉണ്ടായി അല്ലെങ്കിൽ മൈനർ വൂൺസ് ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാം? സോ എ കട്ട് ഓർ ലാസറേഷൻ നമ്മൾ പറയും. ഇറ്റ്സ് എ ബ്രേക്ക് ഇൻ ദ സ്കിൻ കോസ്ഡ് ബൈ എ ഷാർപ്പ് ഒബ്ജക്ട്. കൈ കൊണ്ട് മുറിയുന്ന ഒരു അവസ്ഥ, ഷാർപ്പ് ഒബ്ജക്ട് കൊണ്ട്. അപ്പൊ ഏതൊക്കെയാ സിമ്പിൾ സൈൻസ്? കൈ മുറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എന്ത് വരും? അല്ലേ, ബ്ലീഡിങ് വരും. ദെൻ പെയിൻ വരാം, സ്വെല്ലിങ് വരാം. എന്തുകൊണ്ടാണ് മുറിഞ്ഞ സ്ഥലങ്ങളിൽ പെയിൻ സ്വെല്ലിങ് വരാറുള്ളത്? അവിടെ വൈറ്റ് ബ്ലഡ് സെൽസ് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സെൽസ്
ഒന്ന് വികസിക്കുന്നതാണ്. ചിലർക്ക് പനി വരാം, ടെമ്പറേച്ചർ വന്നു കഴിഞ്ഞാൽ അതിൽ അണുക്കളെ തുരത്താൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഒരു പനി, ഒരു ടെമ്പറേച്ചർ, ബോഡി ടെമ്പറേച്ചർ ഒക്കെ ആ ഒരു സമയത്ത് കൂടുന്നത്. ആൻഡ് ഓപ്പൺ വുഡ്, ഇത്രയും കാര്യങ്ങൾ അവിടെ വരാൻ സാധ്യതയുണ്ട്. ഒരു കട്ട് അല്ലെങ്കിൽ ലാസറേഷൻ എന്ന് പറയുമ്പോൾ അതിന് എന്തൊക്കെ ഫസ്റ്റ് എയ്ഡ് സ്റ്റെപ്സ് നമ്മൾ എടുക്കണം? ഫസ്റ്റ് വൺ, വാഷ് യുവർ ഹാൻഡ്സ് ആൻഡ് വെയർ ഗ്ലൗസ്. അപ്ലൈ ഡയറക്റ്റ് പ്രഷർ വിത്ത് ക്ലീൻ ഗോസ്. എലിവേറ്റ് ദ ഇൻജുർഡ് പാർട്ട് ഇഫ് പോസിബിൾ. തൂക്കിയിടാതിരിക്കുക. Then clean the wound with clean water. Next, remove visible dirt gently. Apply an antiseptic. Cover with a sterile dressing. Change the dressing regularly. ഒരു ദിവസം കെട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ കെട്ടിക്കൊണ്ട് നടക്കരുത്. മുറിവിന് കുറച്ച് കാറ്റ് ഇതൊക്കെ കൊള്ളണം, അല്ലെങ്കിൽ വീണ്ടും അത്രയും വലിയ ഓപ്പൺ കട്ടാണെങ്കിൽ ഡ്രസ് ചെയ്യണം റെഗുലർ ആയിട്ട്. ആൻഡ് ചെയ്യാൻ പാടാത്ത കാര്യങ്ങളാണ്, ഡു നോട്ട് ആണ് എന്തൊക്കെയാ, ബ്ലോ ഓൺ ദ വൂണ്ട്, മുറിവ് ഊതുന്നത്. ടച്ച് ദ വൂണ്ട് വിത്ത് ഡേർട്ടി ഹാൻഡ്സ്, ആയിട്ടുള്ള കൈകളോട് തൊടരുത്. അപ്ലൈ മണ്ണ് പുരട്ടുക, ടൂത്ത് പേസ്റ്റ് തേക്കുക, മഞ്ഞൾ പൊടി ഇടുക. കുറെ പേര് ചായ, പഞ്ചസാര, അങ്ങനെ പല ഐറ്റംസ് നമ്മൾ പരീക്ഷിക്കാറുണ്ട്, അതൊന്നും ചെയ്യരുത്. നെക്സ്റ്റ്, ഫസ്റ്റ് എയ്ഡ് ഫോർ സിവിയർ ബ്ലീഡിങ്. വളരെ അധികമായൊരു ബ്ലീഡിങ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തൊരു ഫസ്റ്റ് എയ്ഡ് ആൾക്ക് കൊടുക്കാം? സയൻസ് വരുന്നത് എന്തൊക്കെയാണ്? ഹെവി ബ്ലഡ് ലോസ് ഉണ്ടാവും, വീക്ക്നെസ് ഉണ്ടാവും, പെയിൽ സ്കിൻ, ഇത്രയും കാര്യങ്ങളാണ് ഹെവി സിവിയർ ബ്ലീഡിങ്ങിന് വരുന്നത്. റാപ്പിഡ് പൾസ്, ഡിസിനസ്, തലകറക്കമൊക്കെ വരാം. എങ്ങനെ നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം? Apply firm direct pressure. Elevate the limb if no fracture is suspected. Apply a pressure bandage. Call emergency medical services. Treat for shock. Do not remove blood soaked dressings. Add more on top if needed. എന്തുകൊണ്ടാണ് ബ്ലഡ് സോക്കഡ് ആയിട്ടുള്ള ഡ്രസ്സിങ് എടുക്കരുതെന്ന് പറയുന്നത്? ഇമാജിൻ എനിക്കൊരു ആക്സിഡന്റ് പറ്റി ഇപ്പം ഭയങ്കര ബ്ലീഡിങ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഡ്രസ്സ് കുറച്ചു നേരം ഒട്ടിക്കൊടുക്കും. ഒരു മുറിവ് ഉണ്ടാകുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാനുള്ള നമ്മുടെ ബ്ലഡ് ഐറ്റംസ് വരും. അപ്പൊ ആ ഒരു സമയത്ത് അത് പറിച്ചെടുക്കുമ്പോൾ ചെറിയ വൂൺസ് ആണെങ്കിൽ അത് ബ്ലീഡിങ് കൂടാനുള്ള സാധ്യത ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് അത് പറിച്ചെടുക്കാതിരിക്കുക. ബ്ലഡ് സോക്ക് ചെയ്ത ഡ്രസ്സുകൾ ഒട്ടിക്കെടുക്കുന്നതായിരിക്കാം ആ ഒരു സമയത്ത് അവർക്ക് ഹെൽപ്ഫുൾ ആവുന്നത്. അപ്പൊ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ സിവിയർ ബ്ലീഡിങ് ഒക്കെ ഉണ്ടാകുമ്പോൾ, ഓപ്പൺ കട്ടൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ഡ്രസ്സ് മാറ്റാതിരിക്കും, ഒരു മെഡിക്കൽ ഹെൽപ്പ് അറൈവ് ചെയ്യുന്ന വരെ. ഓക്കെ, ദെൻ ഇഫ് നീഡഡ് ആഡ് മോർ ഓൺ ടോപ്പ് ഇഫ് നീഡഡ്. Next, tourniquet should be used only if life-threatening bleeding and by trained personnel. Tourniquet എന്ന് പറയുന്നത് ചിലപ്പോൾ കാണാൻ സാധ്യതയുള്ള ഒരു ബെൽറ്റ് പോലെയാണ്. ഡയൽസ് കഴിഞ്ഞ പേഷ്യൻസ് ഒക്കെ അത് കൈമ കിട്ടും, ബ്ലീഡിങ് കൂടുതൽ വരാതിരിക്കാനായിട്ട്. അപ്പം അത് അത്രയും വലിയൊരു എന്താ പറയാ, അത്രയും ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള ഒരു ബ്ലീഡിംഗ് ഒക്കെ ആണെങ്കിൽ അത് ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ, കെട്ടുന്ന കാര്യങ്ങളൊക്കെ. നെക്സ്റ്റ് വൺ, ഫസ്റ്റ് എയ്ഡ് ഫോർ ബ്രൂസസ് or contusions. So a bruise or contusion is bleeding under the skin caused by blunt injury without breaking the skin. പല ആക്സിഡന്റ് നടക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു കാര്യങ്ങളാണ്. വിസിബിൾ ആയിട്ടുള്ള ഒരു മുറിവുകളും കാര്യങ്ങളും ഉണ്ടാവില്ല, പക്ഷെ ഉള്ളിൽ ഭയങ്കര ഡാമേജ് ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെ വരുമ്പോൾ അതിന് സൈൻസ് വരുന്നത് എന്തൊക്കെയാണ്? പെയിൻ വരാം, സ്വെല്ലിംഗ് വരാം, ബ്ലൂ ഓർ പർപ്പിൾ ഓർ ബ്ലാക്ക് ഡിസ്കളറേഷൻ വരാം. ചോരയാക്കി നമ്മുടെ കൈ കെറുകി കഴിഞ്ഞാൽ നമുക്കറിയാം പുറത്തേക്ക് ചോരയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഒരു ബ്ലാക്ക് ഡിസ്കളറേഷൻ നഖം കെറുകി കഴിഞ്ഞ് വരുന്നതായിരിക്കും. Then tenderness in that area. So അതിനുള്ള ഫസ്റ്റ് എയ്ഡ് എന്താണ്? റൈസ് മെത്തേഡ്. അരി എന്നാണ് നമ്മൾ അതിന് പറയുന്നത്. അരി മെത്തേഡ് വെച്ച് നമുക്ക് പഠിക്കാം. സ്പെല്ലിംഗ് ആണ് നെമോണിക്സ് ഒക്കെ. R is for rest. Rest the injured part. ആ ഒരു പാർട്ട് റെസ്റ്റ് ചെയ്യുക, അത് കൂടുതൽ ഇളക്കാതും പിടിക്കാനും മൂവ് ചെയ്യാതിരിക്കുക. നെക്സ്റ്റ് വൺ ഇസ് I. Apply a cold pack for 15 to 20 minutes every few hours during the first 24 to 48 hours. ഇപ്പൊ ചോര കക്കിയാൽ നമുക്ക് റിയൽ ലൈഫിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പോയിന്റ്സ് ആണല്ലേ. ഐസ് അപ്ലൈ ചെയ്യുക. ആദ്യം R റെസ്റ്റ് ചെയ്യുക, I for ഐസ് അപ്ലൈ ചെയ്യുക. C is compression, അമർത്തുക. അപ്ലൈ an elastic bandage if appropriate. And E is elevation, raise the injured part above heart level. എപ്പോഴും ചെയ്യേണ്ടതാണ്. പ്രഷർ കുറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കാലുകൾ ഹാർട്ട് ലെവലിനേക്കാൾ കൂടുതൽ above heart level കയറ്റി വെക്കാം. ഇതുപോലെ തന്നെയാണ് ബ്രൂസസ് ഉണ്ടായി കഴിഞ്ഞാൽ ഹാർട്ട് ലെവലിനേക്കാൾ കൂടുതൽ, ഇപ്പൊ കാല് മേടെ പറ്റിയെങ്കിൽ പൊക്കി എലിവേറ്റ് ചെയ്ത് വെക്കാൻ നോക്കാം. And do not massage the bruises immediately. അപ്പൊ തന്നെ ഒഴിയാൻ നിൽക്കരുത്. Next, apply heat during the first 24 hours. Next is about do not apply heat during first 24 hours. നമുക്ക് അവിടെ വേണ്ടത് കോൾഡ് ആണ്. പലതരം വേദനകൾ നമുക്കിപ്പോൾ വരാറുണ്ടല്ലേ, നടുവേദന, കാലുവേദനയൊക്കെ. ചിലതിൽ നമുക്ക് വാം കംപ്രസ് ആയിരിക്കും ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുക, ചിലതിന് ഹീറ്റും ആയിരിക്കും. അപ്പൊ അത് തമ്മിൽ ഡിഫറൻസസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ്, ഫസ്റ്റ് എയ്ഡ് ഫോർ ബേൺസ്. പൊള്ളലേറ്റാലുള്ള ഫസ്റ്റ് എയ്ഡ്സ് ആണ് അടുത്തത്. എ ബേൺ is injury to the skin or deeper tissues caused by heat, chemicals, electricity, radiation or friction. പൊള്ളൽ എന്ന് പറയുന്ന ഏതൊക്കെ വഴി ഏൽക്കാൻ പറ്റും? കറണ്ട് അടിച്ചിട്ടില്ല, റേഡിയേഷൻ നിന്ന് കിട്ടും, ഫ്രിക്ഷൻ, കെമിക്കൽ കയ്യിൽ വേണ പൊള്ളും,
ഹീറ്റ്, ചൂട് ഡയറക്റ്റ് കിട്ടിയാൽ പൊള്ളും. അപ്പൊ ഇത്രയും ബേൺ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ടൈപ്സ് ഓഫ് ബേൺ നോക്കാം. അക്കോർഡിംഗ് ടു കോഴ്സ് തേർമൽ ബേൺസ് ആണ് ആദ്യം വരുന്നത്. ഇതിൽ ഫയർ, സ്റ്റീം, ഹോട്ട്, ലിക്വിഡ്സ്, ഇത്രയും കാര്യങ്ങൾ വീണ് കഴിഞ്ഞാലാണ് നമ്മൾ ടൈപ്സ് ഓഫ് ബേൺസ്, തെർമൽ ബേൺസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഹോട്ട് ഒബ്ജക്ട്സ് നമ്മൾ തൊട്ടാലോ, അതെ ചൂടുള്ള കുക്കറുമ്പോൾ പോയിട്ട് തൊട്ടാലുള്ള അവസ്ഥ. നെക്സ്റ്റ് കെമിക്കൽ ബേൺസ്. കെമിക്കൽ ബേൺസ് എങ്ങനെ? ആസിഡ് കയ്യിൽ വീണാൽ പൊള്ളാം, ആൽക്കലീസ് ആയാലും, ഇത് കോൺസെൻട്രേറ്റഡ് ഫോംസ് രണ്ടും ഡേഞ്ചർ ആണ്, ഹസാർഡാണ്. ലബോറട്ടറി കെമിക്കൽസ് ആയാലും. നെക്സ്റ്റ് വരുന്ന ഒരു കാറ്റഗറിയാണ് ഇലക്ട്രിക്കൽ ബേൺസ്, അപ്ലയൻസ് എന്ന് കിട്ടുന്നതാണ്, കറണ്ട് അടിക്കുന്നത്, ഹൈ വോൾട്ടേജ് എക്യുപ്മെന്റ് തൊട്ടാൽ കിട്ടുന്നത്. റേഡിയേഷൻ ബേൺസ് എന്ന് പറയുന്നത് ഡ്യൂ ടു എക്സ്റേസ് ഓർ യു വി റേഡിയേഷൻ വഴി കിട്ടുന്നതാണ്. ആൻഡ് ഓൾസോ ഫ്രം റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ്. സോ ക്ലാസിഫിക്കേഷൻ ബൈ ഡെപ്ത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഡിഗ്രി അല്ലെങ്കിൽ സൂപ്പർഫിഷ്യൽ, ദാറ്റ്സ് എഫക്റ്റഡ് എപ്പിഡെർമിസ് ഓൺലി. പല ലെയർ ആയിട്ട് എങ്ങനെ ബേണുകൾ എഫക്ട് ചെയ്യുന്ന, ആദ്യം ചെറിയൊരു ലെയറുമ്പോൾ തട്ടുന്നതല്ലേ, ആ ഒരു പൊള്ളലാണ് എപ്പിഡെർമിസ്. സൈൻസ് എന്തൊക്കെയാ? റെഡ് കളർ ആവും, ആദ്യം മൈൽഡ് പെയിൻ ഉണ്ടാവും. പൊള്ളലേറ്റാൽ വരുന്ന പോളം പോലെ ബ്ലിസ്റ്റേഴ്സ് വരില്ലേ, ഇതിന് ബ്ലിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്, അതൊന്നും ഉണ്ടാവില്ല, എപ്പിഡെർമിസിന് മാത്രമേ ടച്ച് ചെയ്തുള്ളൂ. പക്ഷെ അപ്പൊ അതിന്റെ ഡെപ്ത് അനുസരിച്ചിട്ടാണ് നമ്മളിപ്പോൾ ക്ലാസിഫൈ ചെയ്യാൻ പോകുന്നത് ബേൺസിന്. സെക്കൻഡ് ഡിഗ്രി എന്ന് പറയുന്നത് പാർഷ്യൽ തിക്നെസ് ഉണ്ടായിരിക്കും. എപ്പിഡെർമിസ് ആൻഡ് പാർട്ട് ഓഫ് ഡെർമിസ്, സ്കിന്നിന്റെ കാറ്റഗറീസ് ആണ്. ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ തപ്പുക, ഇത്ര ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. വീഡിയോ പോസ്റ്റ് ചെയ്ത് നോക്കുക, അതിന്റെ ലെയേഴ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എപ്പിഡെർമിസ് എവിടെയാണ്, ഡെർമിസ് എവിടെയാണെന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അതിന്റെ സൈൻസ് ബ്ലിസ്റ്റേഴ്സ് ഫോം ചെയ്യും. ഓക്കെ, ഡെർമിസിനെ എഫക്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ പൊള്ളലേറ്റ് കഴിഞ്ഞാണ് പോളം വരുന്നത്. സിവിയർ പെയിൻ ആയിരിക്കും, സ്വെല്ലിംഗും ഉണ്ടായിരിക്കും. തേർഡ് ഡിഗ്രി എന്ന് പറയുമ്പോൾ ഫുൾ തിക്നെസ്സിനെ ടച്ച് ചെയ്യുന്നതാണ്, എഫക്ട് ചെയ്യുന്ന എൻറ്റയർ സ്കിൻ ആൻഡ് ഡീപ്പർ ടിഷ്യൂസിനെ അത് എഫക്ട് ചെയ്യും. സൈൻസ് വൈറ്റ് ഓർ ചാർഡ് സ്കിൻ, പൊള്ളിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു സം ഓഫ് യു മൈറ്റ് ബി നോയിങ് ദറ്റ് ഒരു വൈറ്റ് കളറേഷൻ വരാറുണ്ട്. മേ ബി പെയിൻലെസ് ഡ്യൂ ടു നെർവ് ഡാമേജ്, ചിലപ്പോൾ നമുക്ക് നമ്പായിരിക്കും, കുറെ പൊള്ളിക്കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ വരാം. അത് റിക്വയർഡ് എമർജൻസി ട്രീറ്റ്മെന്റ്. സോ മൈനർ ബേൺസിനെ നമുക്ക് ഓരോന്നിനും ഫസ്റ്റ് എയ്ഡ്സ് എന്താന്ന് നോക്കാം. ആദ്യം നമ്മൾ മൈനർ ബേൺ ആണ് പറഞ്ഞിട്ടുള്ളത്, വിച്ച് ഇസ് എഫക്ടിങ് ഓൺ ദി എപ്പിഡെർമിസ്. ഫസ്റ്റ് ഇസ് ടു റിമൂവ് ദ പേഴ്സൺ ഫ്രം ഹീറ്റ് സോഴ്സ്. Okay, then cool the burn under cool running water at least 20 minutes. Remove rings, watches or tight clothing before swelling occurs. Cover with a sterile, non-sticking dress or clean cloth. Give fluids if needed. പൊള്ളലേറ്റ് കഴിഞ്ഞാൽ നമുക്ക് വെച്ച് കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല, ഓപ്പൺ എയർ കിട്ടണം എന്നാണ് പറയുക. സീക്ക് മെഡിക്കൽ അഡ്വൈസ് ഇഫ് നെസസറി. ഒരുപാട് ഏരിയ പൊള്ളിയിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ അഡ്വൈസ് ഇസ് നെസസറി. ഡു നോട്ട് എന്തൊക്കെ ചെയ്യരുതെന്നാണ്. അപ്ലൈ ഐസ് ഡയറക്ട്ലി, ഐസും കട്ട ഡയറക്റ്റ് അപ്ലൈ ചെയ്യരുത്. ഐസ് വെള്ളത്തിന് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. റണ്ണിങ് വാട്ടർ ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് അപ്ലൈ ബട്ടർ, ഓയിൽ, ടൂത്ത് പേസ്റ്റ്, അതൊന്നും തേക്കരുത്. പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് പൊള്ളലേറ്റ് കഴിഞ്ഞാൽ. അതുപോലെ മഷി പൗഡർ ഇടുക ചെയ്യരുത്. ഈ പോളകൾ പൊന്തി വരുമല്ലോ, അത് പൊട്ടിക്കരുത്, കുത്തി പൊട്ടിക്കരുത്, അത് കീറിക്കളയരുത്. ഓക്കെ, അതുപോലെ ഒട്ടിപ്പിടിച്ച ക്ലോത്ത് അപ്പം തന്നെ പറിക്കാതിരിക്കുക. നെക്സ്റ്റ് ഇസ് അബൌട്ട് കെമിക്കൽ ബേൺസ്. Chemical burn ആണെങ്കിൽ first you should wear PPE, it's very important, and remove contaminated clothing. Wash the affected area with plenty of running water to 20 to 30 minutes. Avoid neutralizing chemicals unless specifically instructed. Cover with a sterile dressing. Seek urgent medical care. Chemical burns അത്രയും പ്രിക്കോഷൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് കെമിക്കൽ ബേൺസ് ടു ദ ഐ. കണ്ണിലായാലും എന്ത് ഫസ്റ്റ് എയ്ഡ് നമ്മൾ കൊടുക്കണം? ഫ്ലഷ് ദ ഐ വിത്ത് ക്ലീൻ വാട്ടർ ഓർ നോർമൽ saline for at least 15 to 20 minutes. Hold the eyelids open while rinsing. Remove contact lenses if present and easy to remove. Only if applicable. Do not rub the eye. Kanna nammal kutti irikkadirikka. Then refer immediately to an ophthalmologist. അടുത്ത് വരുന്ന കാറ്റഗറിയാണ് ഇലക്ട്രിക്കൽ ബേൺസ്. അതിന് കൊടുക്കുന്ന ഫസ്റ്റ് എയ്ഡ് എന്താണ്? ആദ്യം വരുന്ന സോഴ്സ് ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. സ്വിച്ച് ഓഫ് ദി ഇലക്ട്രിസിറ്റി ബിഫോർ ടച്ചിങ് ദ വിക്ടിം. ഷോക്ക് അടിച്ച് നിൽക്കുന്ന ഒരാളെ പോയിട്ട് പിടിക്കാൻ പറ്റില്ല. And do not touch the person while the power is on. Check the ABC, airway, breathing, circulation. First aid important ആയിട്ടുള്ള സ്റ്റെപ്പ് തന്നെയാണ്. സ്റ്റാർട്ട് ഓഫ് CPR if necessary. Trained only. Trained അല്ലാതെ പോയി ചെയ്യരുത്. റിബ്സ് ഒക്കെ പൊട്ടി കയറിക്കാൻ സാധ്യതയുണ്ട്. And cover burns with a sterile dressing. Seek immediate medical care. Also first aid for nose bleed or epistaxis. മൂക്ക് പൊട്ടി ചോര വരികയാണെങ്കിൽ എന്തൊക്കെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാം? നോസ് ബ്ലീഡ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന എന്താണ്? സിറ്റ് ദ പേഴ്സൺ അപ്രൈറ്റ്. ആദ്യം അയാള് നേരെ ഇരിക്കുക. ലീൻ സ്ലൈറ്റ്ലി ഫോർവേഡ്, കുറച്ച് ലീൻ ചെയ്യുക, ഫ്രണ്ടിലേക്ക് കുറച്ച് ലീൻ ചെയ്ത്. ആൻഡ് പിഞ്ച് ദ സോഫ്റ്റ് പാർട്ട് ഓഫ് ദ നോസ് ഫോർ 10 to 15 minutes. സോഫ്റ്റ് പാർട്ട്
pin cheya. Then apply a cold compress over the bridge of the nose. So do not tilt the head backward. Pinnikku akkaruthu front lekana irthunnathu. Pettannu നമുക്ക് bleed ആയി കഴിഞ്ഞാൽ blow the nose immediately after bleeding stops. So don't do that. Next, first aid for fainting or syncope. Faint ചെയ്ത് വീഴാം. So അവിടെ വരുന്ന എന്തൊക്കെ സൈൻസ് ആണ്? സഡൻ ലോസ് ഓഫ് കോൺഷ്യസ്നസ്, തലകറങ്ങി വീഴുക, പെയിൽ സ്കിൻ, സ്വെറ്റിംഗ്, വീക്ക് പൾസ് ആവുക. അതുപോലെ അതിന് കൊടുക്കാവുന്ന ഫസ്റ്റ് എയ്ഡ്സ് എന്തൊക്കെയാണ്? ലേ ദ പേഴ്സൺ ഫ്ലാറ്റ്, നിവർത്തിക്കെടുത്തുക. റേസ് ദ ലെഗ്സ് 20 to 30 centimeters, ഒരു ലോങ് സ്കെയിലിന്റെ ഹൈറ്റിൽ കാല് പൊന്തിച്ച് വയ്ക്കാൻ ശ്രമിക്കുക. ലൂസ് ആൻഡ് ടൈറ്റ് ക്ലോത്തിങ്, എൻഷുർ ഫ്രഷ് എയർ, ചെക്ക് ബ്രീത്തിങ്, ABC ചെക്ക് ചെയ്യുക. നെക്സ്റ്റ്, ഫസ്റ്റ് എയ്ഡ് ഫോർ ഫ്രാക്ചേഴ്സ്. ഫ്രാക്ചേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? സിവിയർ പെയിൻ ആയിരിക്കും, അതുപോലെ സ്വെല്ലിംഗ് ഉണ്ടാവും, ഡിഫോമിറ്റീസ് ഉണ്ടാവും, എല്ലൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ അതിനാണ് ഫ്രാക്ചർ എന്ന് പറയുന്നത്. ഇനബിലിറ്റി ടു മൂവ് ദ ലിംബ്, ഇത്രയും സൈൻസ് ആണ് ഉണ്ടാവുന്നത്. അതിന് കൊടുക്കാവുന്ന ഫസ്റ്റ് എയ്ഡ് എന്താണ്? ഡു നോട്ട് മൂവ് ദ ഇൻജേർഡ് പാർട്ട്, ഇമ്മൊബിലൈസ് യൂസിങ് എ സ്പ്ലിന്റ്, അപ്ലൈ എ കോൾഡ് പാക്ക് ടു റെഡ്യൂസ് സ്വെല്ലിംഗ്, കൺട്രോൾ ബ്ലീഡിംഗ് ഇഫ് പ്രസന്റ്. ചില ഫ്രാക്ചേഴ്സിന് ഉണ്ടാവില്ല, പുറമേക്കൊന്നും കാണില്ല. അറേഞ്ച് ട്രാൻസ്പോർട്ട് ടു ഹോസ്പിറ്റൽ. ആൻഡ് ഫസ്റ്റ് എയ്ഡ് ഫോർ സ്പ്രെയിൻസ്, മസിൽ ഇഞ്ചുറീസ് അല്ലെങ്കിൽ ലിഗ്മെന്റ് ഇഷ്യൂസ് വരുന്നതാണ്. So allow the rice method, rest, ice, then compression, elevation. ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്ന. നെക്സ്റ്റ്, ഫസ്റ്റ് എയ്ഡ് ഫോർ നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ്, ലബോറട്ടറിയിൽ വരുന്ന റിലേറ്റഡ് ആണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എൻകറേജ് സ്ലൈറ്റ് ബ്ലീഡിങ്, ആദ്യം നമ്മൾ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞാൽ ആദ്യം കുറച്ച് ചോര ഞെക്കി കളയാം. ദെൻ വാഷ് ഇമ്മീഡിയറ്റ്ലി വിത്ത് സോപ്പ് ആൻഡ് റണ്ണിങ് വാട്ടർ. ഡു നോട്ട് സ്ക്വീസ് എക്സസീവ്ലി, അധികം അമർത്തരുത്. ഡു നോട്ട് സ്ക്രബ് ദ wound harshly, മുറിവുമിട്ട് അധികം ഉരയ്ക്കരുത്. ഡു നോട്ട് യൂസ് ബ്ലീച്ച് ഓർ സ്ട്രോങ് കെമിക്കൽസ്. Report immediately. Seek medical evaluation for post-exposure prophylaxis. എന്തെങ്കിലും വൈറസ് കയറി കഴിഞ്ഞാൽ ആന്റിവൈറസ് അപ്പം തന്നെ എടുക്കാൻ പറ്റും. Then first aid for specimens spillage on skin. സ്കിന്നിലെ സ്പെസിമെൻസ് സ്പില്ല് ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? Again, you can use the same method. Wash immediately, remove contaminated clothing, report the exposure, seek medical advice if necessary. അടുത്ത് വരുന്നതാണ് ഷോക്ക് അടിക്കുന്നത്. Shock is a life-threatening condition in which the body's organs do not receive enough blood and oxygen. ഷോക്ക് അടിച്ചാൽ പെട്ടെന്ന് മരണം സംഭവിക്കാം, വലിയ ഹൈ വോൾട്ട് വരുന്നതിനനുസരിച്ചിരിക്കും. സൈൻസ് ഏതൊക്കെയാണ്? പെയിൽ ആയിരിക്കാം, കോൾഡ്, ക്ലാമി സ്കിൻ, റാപ്പിഡ് പൾസ്, റാപ്പിഡ് ബ്രീതിങ്, വീക്ക്നെസ്. ദീസ് ആർ ദ സൈൻസ്. കൺഫ്യൂഷൻ, ലോ ബ്ലഡ് പ്രഷർ. എങ്ങനെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാം? ലേ ദ പേഴ്സൺ ഫ്ലാറ്റ്, റേസ് ദ ലെഗ്സ്, കീപ് വാം, ഡു നോട്ട് ഗിവ് ഫുഡ് ഓർ ഡ്രിങ്ക് ഇഫ് സർജറി മേ ബി നീഡഡ്, കോൾ ഫോർ എമർജൻസി മെഡിക്കൽ ഹെൽപ്പ്. നെക്സ്റ്റ് വരുന്നതാണ് റിക്കവറി പൊസിഷൻ. ഇറ്റ്സ് യൂസ്ഡ് ഫോർ ആൻ അൺകോൺഷ്യസ് പേഴ്സൺ ഹു ഇസ് ബ്രീതിങ് നോർമലി. നോർമലായി ബ്രീത് ചെയ്യുന്ന ഒരു അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ എങ്ങനെ റിക്കവർ ചെയ്തെടുക്കുന്ന ഒരു പൊസിഷൻ നോക്കാം. കീപ് ദ എയർവേ ഓപ്പൺ, പ്രിവെന്റ്സ് ചോക്കിംഗ് ഇഫ് വോമിറ്റിംഗ് occurs, and that reduces aspiration risk. Next is about basic cardiopulmonary resuscitation അല്ലെങ്കിൽ CPR. CPRന്റെ ഫുൾ ഫോം ആണ് കേട്ടോ, cardiopulmonary resuscitation. PSCയിൽ ചോദിച്ചിട്ടുണ്ട് മുന്നേ. CPR. Okay. CPR awareness. CPR is performed when a person is unresponsive and not breathing normally. പെട്ടെന്ന് അൺകോൺഷ്യസ് ആയിട്ട് ബ്രീത്തിങ്ങും ശരിയല്ല എന്ന് തോന്നുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? CPR കൊടുക്കുന്നത്. പല കേസസിൽ കണ്ടിട്ടുണ്ട്. 30 മിനിറ്റ് CPR കൊടുത്ത് ആംബുലൻസിൽ എത്തിച്ച രോഗികളൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് പറ്റുന്ന ഒരു രീതിയിൽ അവർക്ക് CPR കൊടുക്കാം. ബ്രീത്തിങ്ങോ അല്ലെങ്കിൽ അൺറെസ്പോൺസീവ്നെസ് ആണെങ്കിൽ അപ്പം തന്നെ CPR കൊടുക്കാൻ ശ്രമിക്കാം. ബേസിക് സീക്വൻസ് നമുക്ക് നോക്കാം. എൻഷുർ സീൻ സേഫ്റ്റി, ചെക്ക് റെസ്പോൺസീവ്നെസ്, ആദ്യം റെസ്പോണ്ട് ചെയ്യണ്ടോ നോക്കുക. അതുപോലെ ബ്ലാക്ക് കാറ്റഗറി ഒക്കെ ഉണ്ട്, തീരെ റെസ്പോൺസ് ഇല്ല, ശ്വാസം വലിക്കുന്നില്ല, ഓൾറെഡി ഡെത്ത് ആയി കഴിഞ്ഞാലുള്ള അവസ്ഥകളൊക്കെ ഉണ്ട്. റെസ്പോൺസീവ്നെസ് ഉണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യുക. തീരെ ഇല്ലാന്ന് കൊടുക്കരുതെന്നല്ല പറയുന്നത്. ആൻഡ് കോൾ ഫോർ എമർജൻസി ഹെൽപ്പ്, ഓപ്പൺ ദി എയർവേ, ചെക്ക് ബ്രീതിങ്, ദെൻ ബിഗിൻ ചെസ്റ്റ് കംപ്രഷൻസ് ഇഫ് പ്രേഡ്. ഇതെന്തായാലും പഠിച്ചു വയ്ക്കുക. അതൊരു സർവൈവൽ മെത്തേഡാണ്. എവിടെ പോയാലും നമ്മുടെ റിലേറ്റീവ്സിനോ പാരന്റ്സിനോ ആർക്ക് വേണമെങ്കിലും എന്ത് അപകടം വരാം, നമുക്ക് തന്നെ വരാം ഇല്ലേ? അപ്പം നമ്മളിത് പഠിച്ചു വയ്ക്കുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ചെസ്റ്റ് കംപ്രഷൻസ് യൂട്യൂബിൽ പല വീഡിയോസും ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അതിന്റെ ട്യൂട്ടോറിയൽസ് നോക്കുക. എവിടെ കംപ്രസ് ചെയ്യണം, ആദ്യം എന്തൊക്കെ ചെക്ക് ചെയ്യണം എന്നുള്ളത് അതിൽ പലതിലും കൊടുക്കാറുണ്ട്. Then use an automated external defibrillator if available. Okay, automated external defibrillator എന്ന് പറയുമ്പോൾ ഇപ്പം ചില ഫിലിംസിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഷോക്ക് കൊടുത്തിങ്ങനെ എണീപ്പിക്കില്ല. ഒരു വയേർഡ് ആയിട്ടുള്ള ഒരു ഇതായിരിക്കും. യു ക്യാൻ ഗൂഗിൾ ദാറ്റ് ഇമേജ്. അതിനാണ് ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡെഫിബ്രിലേറ്റർ എന്ന് പറയാം. അത് യുഫർട്ടൈൻ്റെ ഓൺലൈൻ അവൈലബിൾ ആണെങ്കിൽ അത് കൊടുക്കും. ദെൻ ഫസ്റ്റ് എയ്ഡ് ഇൻ ദ ലബോറട്ടറി. So wear PPE before assisting. Avoid direct contact with the body or blood fluids. Use disinfectants or hospitals.
dispose of contaminated materials in appropriate biomedical waste containers, wash hands after providing first aid, report all accidents and exposures. Do's and don'ts വരുന്നുണ്ട്. അതിൽ ഡൂസ് വരുന്നത് എന്തൊക്കെയാണ്? എപ്പോഴും ഗ്ലൗസ് വെയർ ചെയ്യുക, ഹാൻഡ്സ് വാഷ് ചെയ്ത്, റിപ്പീറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. കാരണം ഓരോന്നിലും നമുക്ക് ഓരോ സ്റ്റെപ്സിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇൻ കേസ് ഓഫ് ഫസ്റ്റ് എയ്ഡ് ആയാൽ പോലും apply direct pressure to bleeding wounds, then cool burns with running water, immobilize fractures, reassure the patient, seek medical help if needed. ഡോൺസ് എന്തൊക്കെയാണ്, ചെയ്യാൻ പാടാത്ത കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഐസ് ഡയറക്റ്റ് ആയിട്ട് വെക്കാൻ പാടില്ല, ബേണിൽ വെക്കാൻ പാടില്ല, ബ്ലിസ്റ്റേഴ്സ് കുത്തി പൊട്ടിക്കാൻ പാടില്ല, ഓയിലി ടൂത്ത് പേസ്റ്റ് പൊള്ളിയെടുത്ത് അതൊന്നും തേക്കാൻ പാടില്ല, ഉപ്പ് തേക്കുക. ഡു നോട്ട് ടച്ച് ബ്ലഡ് വിതൗട്ട് ഗ്ലൗസ്. ഡു നോട്ട് മൂവ് എ സസ്പെക്റ്റഡ് സ്പൈനൽ ഇഞ്ചുറി അൺനെസസറി. ഞാൻ നേരത്തെ പറഞ്ഞ ട്രെയിൻഡ് ആയിട്ട് ഒരാൾ വന്നാലൊക്കെ വഴിക്ക് വീണാലൊക്കെ പെട്ടെന്ന് അവരെ പോയിട്ട് എടുത്ത് പൊന്തിക്കാതിരിക്കുക. അവർ കിടക്കുന്ന പൊസിഷനിൽ ഫ്ലാറ്റ് ആയിട്ട് കിടത്തിയിട്ട് ട്രെയിൻഡ് ആയിട്ട് ഒരാൾ വന്നതിന് ശേഷം ആംബുലൻസിലേക്ക് സ്ട്രക്ചറിലേക്ക് കയറ്റുമ്പോൾ മാത്രം ശ്രദ്ധിച്ച് കൊണ്ടുപോകുക. ചിലപ്പോൾ നമ്മുടെ ഒരു പൊന്തിക്കലായിരിക്കും അവരുടെ കൂടുതൽ ഇഞ്ചുറീസ് ഉണ്ടാവാൻ സാധ്യത കൂടുതൽ. ആൻഡ് ഡു നോട്ട് റിമൂവ് ഡീപ്ലി എംബഡഡ് ഒബ്ജക്ട്സ് ഫ്രം വൂൺസ്. മുറിവായിട്ട് ഒട്ടിക്കെടുക്കുന്ന ഡ്രസ്സ് പെട്ടെന്ന് തന്നെ ക്ലോത്തിങ്സ് വലിച്ചു വരാതിരിക്കുക. അത് ക്ലോത്തിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും അവിടെ. നെക്സ്റ്റ് വൺ സാമ്പിൾ കളക്ഷൻ ആൻഡ് പ്രോസസ്സിംഗ്. ഇതിൽ ബാർകോഡിങ് വരുന്നുണ്ട്, സേഫ്റ്റി പ്രിക്കോഷൻസ്, പ്രോസസ്സിംഗ് ഓഫ് സാമ്പിൾസ്, ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്. ഫസ്റ്റിൽ വരുന്നതാണ് സാമ്പിൾ സ്പെസിമെൻ. സാമ്പിൾ അല്ലെങ്കിൽ സ്പെസിമെൻ കളക്ട് ചെയ്യാൻ നമ്മൾ പറഞ്ഞു, ബ്ലഡോ ബോഡി ഫ്ലൂയിഡോ സ്പ്യൂട്ടം സ്റ്റൂള് യൂറിൻ, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇതിനെങ്ങനെ കളക്ട് ചെയ്യാം, ഇത്രയും കാര്യങ്ങൾ നമുക്ക് നോക്കാം. So a sample or specimen is any material collected from the human body for laboratory examination to diagnose, monitor or prevent disease. ഷുഗർ ചെക്ക് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ബ്ലഡ് കൊടുക്കുന്നുണ്ട്, ചിലപ്പോൾ ക്യാൻസർ ചെക്ക് ചെയ്യാനായിട്ട് അതിന് നമ്മൾ ബ്ലഡ് കൊടുക്കുന്നത്. അപ്പോൾ ഡയഗ്നോസ് ചെയ്യാം, മോണിറ്റർ ചെയ്യാം, ഷുഗർ മോണിറ്റർ ചെയ്യാം, ഡിസീസ് വരുന്നതിന് പ്രിവെന്റ് ചെയ്യാം, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഓക്കെ, ദിസ് ആർ ദി സാമ്പിൾസ്. ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സലൈവ, സ്പ്യൂട്ടം, ഓൾറെഡി വി ഹാവ് ഡിസ്കസ്ഡ് ഇറ്റ്. വാട്ട് ആർ ദ സാമ്പിൾസ് ഓഫ് സ്പെസിമെൻസ്? യാ, can be semen, pus, tissue biopsy, pleural fluid, acetic fluid, synovial fluid. Next step is sample collection. എന്താണ് സാമ്പിൾ കളക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്? എങ്ങനെ കളക്ട് ചെയ്യാം? What's the correct method of obtaining specimen from the patients using aseptic techniques to ensure accurate laboratory results? Objectives എന്തൊക്കെയാണ് വരുന്നത്? To obtain an adequate quantity of specimen, prevent contamination, ensure accurate diagnosis, മെയിൻറ്റെയിൻ പേഷ്യന്റ് സേഫ്റ്റി, പ്രിസർവ് സ്പെസിമെൻ ഇന്റഗ്രിറ്റി, ഇത്രയും കാര്യങ്ങളാണ് അതിന്റെ ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്നത്. ആൻഡ് വാട്ട് ആർ ദി ഇമ്പോർട്ടൻസ് ഓഫ് പ്രോപ്പർ സാമ്പിൾ കളക്ഷൻ? പ്രോപ്പർ ആയിട്ട് സാമ്പിൾ കളക്ട് ചെയ്യണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് അത്ര അക്യുറേറ്റ് ആയിരിക്കണം നമ്മൾ നോക്കുന്ന റിസൾട്ടും ഇതിന്റെ കളക്ഷൻ മെത്തേഡ്സും എല്ലാം. ഓക്കെ, ഫോർ അക്യുറേറ്റ് ഡയഗ്നോസിസ്, കറക്റ്റ് ലബോറട്ടറി റിസൾട്ട്സ്, പ്രിവെന്റ് ഫാൾസ് ഓർ പോസിറ്റീവ് ഓർ നെഗറ്റീവ് റിപ്പോർട്ട്സ്. ദെൻ അവോയ്ഡ് റിപ്പീറ്റ് സാമ്പിൾ കളക്ഷൻ, reduce laboratory errors, ensure proper patient treatment. Next is about types of samples. ഏതൊക്കെ ടൈപ്സ് ഓഫ് സാമ്പിൾസ് വരുന്നുണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പല ടെസ്റ്റുകളും വരുന്നുണ്ട്, നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം. CBC കൊണ്ട് നോക്കാം, ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ, ബ്ലഡ് ഗ്രൂപ്പ് ഏതാ നോക്കാം, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ്, ലിപ്പിഡ് പ്രൊഫൈൽ, ഇതിൽ ഏതൊക്കെ വരുന്നുണ്ട്, ക്രിയാറ്റിൻ നോക്കുന്ന കാര്യങ്ങൾ. നെക്സ്റ്റ് യൂറിനിൽ വരുന്ന ഏതൊക്കെ ടെസ്റ്റുകളാണ്? റൂട്ടീൻ എക്സാമിനേഷൻ ചെയ്യും, കൾച്ചർ, പ്രഗ്നൻസി ടെസ്റ്റ്, പ്രോട്ടീൻ എസ്റ്റിമേഷൻ, യൂറിന്റെ പ്രോട്ടീൻ നോക്കുന്നത്, അൽബുമിൻ ലെവൽ. ദെൻ സ്റ്റൂളിൽ വരുന്നത് ഓവൈൻ, സിസ്റ്റ് ഉണ്ടോ, ഉക്കൽ ബ്ലഡ് കൾച്ചർ, പാരസൈറ്റ്സ് ഉണ്ടോ. ദെൻ സ്പ്യൂട്ടം ടെസ്റ്റ് ഏതൊക്കെ വരുന്നത്? ട്യൂബർക്ലോസിസ് ഓർ AFB, കൾച്ചർ, സൈറ്റോളജി, ദെൻ പസ്, കൾച്ചർ, ഗ്രാം സ്റ്റെയിൻ. ദെൻ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ആസ് എ സ്പെസിമെൻ. എന്തിനൊക്കെ ടെസ്റ്റ് ചെയ്യാം? മെനിഞ്ചൈറ്റിസ് ഡയഗ്നോസ് ചെയ്യാനായിട്ട്, സെൽ കൗണ്ട്, പ്രോട്ടീൻ, ഗ്ലൂക്കോസ്, കൾച്ചർ. Next is about tissue biopsy, used for histopathology, cancer diagnosis. Then, yeah, these are some general principles of sample collection. First, verify the patient identity, explain the procedure, obtain consent when required, use sterile equipment, wear PPE, collect the correct sample, use the correct container to collect it, the sample. Then label immediately after collection. രോഗികളുടെ പേഷ്യൻസിന്റെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഓക്കെ, അബൌട്ട് കണ്ടാമിനേഷൻ, വേറെ അഴുക്കൊന്നതിലാവാണ്ട് അത്രയും വൃത്തിയിൽ PPE കിറ്റ് യൂസ് ചെയ്ത് നമ്മുടെ പേഷ്യന്റ് പ്രൊട്ടക്ഷൻസ് നോക്കണ്ട്. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ദെൻ ട്രാൻസ്പോർട്ട് പ്രോംപ്റ്റ്ലി. നെക്സ്റ്റ് ഇസ് അബൌട്ട് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ. പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ ഓൾവേസ് കൺഫേം അറ്റ്ലീസ്റ്റ് 2 പേഷ്യന്റ് ഐഡന്റിഫൈ സച്ച് ആസ് ഫുൾ നെയിം. ഇപ്പൊ ഫുൾ നെയിം പറഞ്ഞു കഴിഞ്ഞാൽ ആതിര പി, അതേപോലെ തന്നെ ആതിര പി എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു പേരുണ്ടായിരിക്കും. അത് മാത്രമാണോ പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ? അപ്പൊ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും.
വേറെ എന്തുകൊണ്ട് നോക്കാം. ഹോസ്പിറ്റൽ രജിസ്ട്രേഷൻ നമ്പർ, അത് തെറ്റില്ല. ഡേറ്റ് ഓഫ് ബർത്ത് എഗെയിൻ പറയാൻ പറ്റില്ല, നമുക്ക് സെയിം ആയിട്ട് ഒരേ ഡേറ്റിൽ ജനിച്ച ഒരേ ഫുൾ നെയിം പേരുള്ളവരുണ്ടായിരിക്കും. ദെൻ ഏജ്, സെക്സ്, ഇഫ് അപ്ലിക്കും, ഇത്രയും കാര്യങ്ങൾ നമുക്കൊക്കെ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും പേഷ്യന്റ്. ആൻഡ് നെവർ കളക്ട് എ സ്പെസിമെൻ വിത്തൗട്ട് കൺഫേമിംഗ് പേഷ്യന്റ് ഐഡന്റിറ്റി. ഒരാളുടെ പേര് ചോദിക്കാതെ ഇതല്ലാണ്ട് അനോണിമസ് ആയിട്ടൊന്നും ഒരു സാമ്പിൾ കളക്ട് ചെയ്യരുത്. പിന്നീട് പേര് എഴുതാം, അങ്ങനെയൊക്കെ നമ്മൾ വിട്ടുപോകും. നെക്സ്റ്റ് പേഷ്യന്റ് പ്രിപ്പറേഷൻ. സ്കിൻ പ്രിപ്പറേഷൻ, പേഷ്യന്റ് പ്രിപ്പറേഷൻ എന്നൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്കിൻ പ്രിപ്പറേഷൻ ആണ് നമ്മൾ പറഞ്ഞ ഡിസിൻഫെക്റ്റൻസ് യൂസ് ചെയ്യുന്ന ഒരു ടൈമിൽ. പേഷ്യന്റ് പ്രിപ്പറേഷൻ എന്താണ്? സോ ഡിപ്പെൻഡിങ് ഓൺ ദ ടെസ്റ്റ്, ഫാസ്റ്റിംഗ് ഷുഗർ നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, ഫാസ്റ്റിംഗ് ഷുഗർ ആണോ നോക്കുന്നത് എന്നൊക്കെ ചോദിക്കില്ല. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ്, ഇതിനൊക്കെയാണ് നമ്മൾ പേഷ്യന്റ് പ്രിപ്പറേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് അവോയ്ഡ് സർട്ടൻ മെഡിക്കേഷൻസ് ഇഫ് ഇൻസ്ട്രക്റ്റഡ്. മോർണിംഗ് സാമ്പിൾ ഫോർ സം യൂറിൻ ഓർ സ്റ്റൂൾ ടെസ്റ്റ്, പ്രഗ്നൻസി ടെസ്റ്റിലൊക്കെ മോർണിംഗ് യൂറിൻ എടുക്കണം എന്ന് പറയാറുണ്ട്. ദെൻ midstream urine for culture, proper instruction for sputum collection. 8th one is sample containers. Then നമ്മൾ വേസ്റ്റ് ഡിസ്പോസലിന്റെ കണ്ടെയ്നേഴ്സ് പോലെ തന്നെ ഇവിടെ സാമ്പിൾ കണ്ടെയ്നേഴ്സ് വരുന്നുണ്ട്. സോ ഡിഫറെന്റ് സ്പെസിമെൻസ് റിക്വയർ സ്പെസിഫിക് കണ്ടെയ്നേഴ്സ്. സോ ഫസ്റ്റ് വൺ ഇസ് EDTA tube, which is in purple color for CBC, plain tube, which is in red color for biochemistry or serology, fluoride tube, which is gray for blood glucose, citrate tube in light blue for coagulation test, sterile urine container for urine culture, stool container for stool examination, sterile sputum cup for sputum examination. Next one is about labeling it. So every specimen must be labeled immediately after collection. നേരത്തെ പറഞ്ഞ പോലെ പേരുകൾ അങ്ങോട്ടും കൊണ്ട് മാറിപ്പോകും. കുറച്ച് കഴിഞ്ഞ് എഴുതാം, പേര് ഓർമ്മ വെച്ച് നമുക്ക് പിന്നെ എഴുതാമെന്ന് വിചാരിക്കരുത്. അപ്പം തന്നെ immediately after collection you should label the specimen. And the label should contain the patient name, hospital ID, age or sex, date and time of collection, specimen type, ward or OP details if possible, collectors, initials. Yeah, very applicable. So that's all about sample labeling. ബാക്കി പാട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. സോ ഇത്രയും നിങ്ങൾ കേട്ടതിന് താങ്ക് യു. നന്നായി പ്രിപ്പയർ ചെയ്യുക. അറിയാത്ത ടേംസ് സെർച്ച് ചെയ്ത് നിങ്ങൾ തന്നെ റിസർച്ച് ചെയ്ത് ഒരു നോട്ട് ഉണ്ടാക്കി വെക്കുക. സോ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. സീ ഇൻ ദ നെക്സ്റ്റ് സെഷൻ.